ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിനാവശ്യമായ കുറച്ച് സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. പദങ്ങളുടെ എണ്ണം ഇംഗ്ലീഷിൽ എന്ത് പറയും? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അഥവാ ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരം എന്ന് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിനൊരു സമവാക്യം അഥവാ സൂത്രവാക്യമൊക്കെ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, അത് നടക്കട്ടെ. രണ്ടാമത് നമ്മുടെ അടുത്ത ആവശ്യം nth ടേം അഥവാ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാലോ എന്നാം പദം. ഇത് രണ്ടും അല്ലെങ്കിൽ എക്സ് എൻ എഴുതാം. എക്സ് എൻ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനൊരു സമവാക്യം ഉണ്ട്. ഓക്കെ, ഇനിയോ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സം. ഇംഗ്ലീഷിൽ സം എന്ന് പറയും, മലയാളത്തിൽ തുക എന്ന് പറയും. ഇതിനെ SN എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ്, അല്ലെ? പദങ്ങളുടെ എണ്ണം. ഇപ്പൊ നമ്മളോട് പറയുകയാണ് ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 1, 8, 15 എക്സെട്ര ഇങ്ങനെ പോയി ഒരു പക്ഷേ ലാസ്റ്റ് 999 അവസാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വിചാരിക്കാം, ഒരു ഉദാഹരണത്തിന് കേട്ടോ. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതൊരു സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അത് 1 നിന്ന് തുടങ്ങി 999 അവസാനിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ചിലപ്പോൾ സമ്മ് കാണേണ്ടി വരും, തുക കാണേണ്ടി വരും, അല്ലെങ്കിൽ എന്നാം പദം nth ടൈം കാണേണ്ടി വരും. ഓക്കെ, ഇത് രണ്ടും കാണണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇതിൽ 1 മുതൽ 999 വരെ എത്ര പദങ്ങളുണ്ട്, എത്ര ടേംസ് ഉണ്ട് എന്ന് അറിയണം. 1 മുതൽ എത്ര എണ്ണം ഇതിലുണ്ട്. ഓക്കെ, അതിന് മുമ്പ് അത് പറയുന്നത് ഒരു കാര്യം കൂടെ അറിയട്ടെ. nth ടൈം എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ടാവും. nth ടൈം എന്ന് പറയുന്നത് തന്നെയാണ് ആൾജിബ്ര ഓഫ് ദി സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ചില 10th ടൈം എന്നാവില്ല, ചില സ്കൂളുകളിലോ ട്യൂഷനിലോ പറഞ്ഞിട്ടുണ്ടാവുക. പകരം ആൾജിബ്ര ഓഫ് സീക്വൻസ് എന്നാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് രണ്ടും എന്താണ്? ഒരേ കാര്യമാണ്. രണ്ടും എന്താണ്? ഒരേ കാര്യമാണ്. അഥവാ എന്നാ പദം എന്നാവണമെന്ന് നിർബന്ധമല്ല. ചിലപ്പോൾ ചിലയിടത്ത് എന്താവാം? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്നൊക്കെയാവും പറയുന്നത്. ബീജഗണിതം, സമാന്തര ശ്രേണിയുടെ ബീജഗണിതം. അപ്പൊ nth ടൈം എന്ന് പറഞ്ഞാലും ആൾജിബ്ര ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. എന്നാ പദം എന്ന് പറഞ്ഞാലും സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. ഓക്കെ ആണല്ലോ? അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. ഇനി ഇവിടെ നോക്കുക, നമ്മള് 1 മുതൽ 999 വരെയുള്ള പദങ്ങളുടെ തുക കാണണം എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണത്തിന് ഇതൊക്കെ കൂടി കൂട്ടി എന്ത് കിട്ടും? സം കാണണം. ഇതാണല്ലോ നമ്മുടെ വിഷയം. ഇവിടെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും n വേണം. n എന്ന് വെച്ചാൽ പദങ്ങളുടെ എണ്ണം വേണം. അപ്പൊ ഇത് കാണാനുള്ള സമവാക്യമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. xn മൈനസ് x1 ബൈ d പ്ലസ് 1. എന്താണ്? xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ xn? എന്താണ് xn? ലാസ്റ്റ് ടേം അഥവാ അവസാനത്തെ പദം. എന്നാം പദം എന്നൊക്കെ വിളിക്കും കേട്ടോ. ലാസ്റ്റ് ടേം, അവസാനത്തെ പദം എന്ന് പറയും, nth ടേം എന്ന് പറയും. ഓക്കെ, എന്നാം പദം എന്ന് പറയും, ഒക്കെ xn ആണ്. എന്താണെങ്കിലും ലാസ്റ്റ് ടേം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. xn എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളതിൽ വെച്ച് ലാസ്റ്റ് ടേം. അങ്ങനെയൊക്കെ ഇവിടെ നോക്കി, ഇവിടെ തന്നിട്ടുള്ള ഏതാ? 999 ആണ്. അതാണ് അതിലെ xn. ഓക്കെ അല്ലേ? എന്താ x1? നമുക്കറിയാം എന്താണ് ഫസ്റ്റ് ടൈം x1. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം. ഇവിടെ 1 8 7 അതൊക്കെ നമുക്കറിയാം. xn മറക്കണ്ട, ലാസ്റ്റ് ടൈം, അവസാനത്തെ പദം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സമവാക്യം. ചില ചോദ്യങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഇനിയാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 കാര്യങ്ങൾ ഇതാണ്. ഈ രണ്ടെണ്ണം, രണ്ടാമത്തെയും മൂന്നാമത്തെയും ആണ്. ഓക്കെ, ആൾജിബ്ര ഓഫ് ദി സീക്വൻസ് അഥവാ nth ടൈം, എന്നാം പദം അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം. xn എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക. ഇത് കാണാൻ പല സമവാക്യങ്ങളുണ്ട്, പല രീതിയിൽ ചെയ്യാം. ഒരു 4 ടീച്ചർമാരെ ചെയ്താൽ ചിലപ്പോൾ അത് 4 രൂപത്തിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഈസിയാ മെത്തേഡ് ഫോളോ ചെയ്യാം. ചിലപ്പോൾ സ്കൂളിൽ പറയുന്നത് വേറെ ഒന്നാവാം,
അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് ഈസി എങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. ഏതാണോ ഇനി നിങ്ങൾ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ഇത് രണ്ടും വേറൊരു മെത്തേഡാവും കിട്ടുന്നത്, അപ്പൊ അത് ഉപയോഗിക്കുക. എന്തായാലും എനിക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു മെത്തേഡ് എക്സ് എൻ കാണാനുള്ളത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എല്ലാവരും നമുക്കറിയാവുന്ന ആൾക്കാരാണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. എൻ എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുകളിൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം, ആദ്യ പദം. x1 തുല്യമാണ് എന്ത്? എഫ്. എഫ് എന്ന് പറഞ്ഞാലും x1 എന്ന് പറഞ്ഞാലും ഒരേ കാര്യം ആണ്. ഇതാണ് രണ്ടാമത്തെ സമവാക്യം, രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണോ? 2. അടുത്തത് മൂന്നാമത്തതാണ് ഏറ്റവും ഈ പാഠത്തിൽ ഇമ്പോർട്ടന്റ്. ഇയാൾക്ക് നല്ല പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തുക കാണാൻ, സമ്മ് കാണാനുള്ള, എസ് എൻ കാണാനുള്ള സമവാക്യമാണ്. ഇതും ഞാൻ പറയുന്നു പല വഴികളുണ്ട്. ഓക്കെ, പല വഴികൾ ഉണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് ഈസി എന്ന് തോന്നുന്ന ഒരു വഴിയാണ് n/2 ഇൻറ്റു x1 പ്ലസ് എക്സ്. n/2 ഇൻറ്റു x1 പ്ലസ് എക്സ്. ഇതാണ് ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തുക കാണാൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കാണാൻ, എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n ഇൻറ്റു n പ്ലസ് 1/2 ഇങ്ങനെ ഒരു സമവാക്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്ന ഒരു സമവാക്യമുണ്ട്, ഇക്വേഷൻ ഉണ്ട്. ഇരട്ട സംഖ്യ ഈവൻ നമ്പറിന്റെ കാണാൻ n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ സമ്മ് കാണാൻ ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഇത് പഠിച്ചാൽ ഈ ഒരു ഇക്വേഷൻ മതി നമുക്ക്. ക്ലിയർ ആണോ? ഇതുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പൊ പിന്നെ നമ്മൾ ഒരെണ്ണം പഠിക്കല്ലേ നല്ലത്? 4 എണ്ണം പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരെണ്ണം പഠിക്കല്ലേ? ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള 3 എണ്ണത്തിന്റെ ആവശ്യം ഇല്ല. ഇനി അഥവാ നിങ്ങൾ ആ 3 എണ്ണം പഠിച്ചു, ഇതാണ് ഒന്നാമത്തെ എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ. അടുത്തത് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ. മൂന്നാമത്തത് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ. ഇതിന്റെയൊക്കെ സമ്മ്, തുക കാണാനുള്ള സമയമൊക്കെയാണ് ഈ 3 എണ്ണം. നിങ്ങളിത് 3 എണ്ണം പഠിച്ചാലും ഇത് വേണം, നിർബന്ധം. അതില്ലാതെ എന്തായാലും പറ്റില്ല. അപ്പൊ അതില്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 3 എണ്ണം പഠിച്ചാൽ നിങ്ങൾ 4 പഠിക്കണം, 4 എണ്ണം ടോട്ടൽ പഠിക്കണം. അതിനേക്കാൾ നല്ലത് ഈ ഒരൊറ്റ ഒന്ന് പഠിക്കാണല്ലോ. ഈ ഒരെണ്ണം പഠിച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നം ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന 3 കാര്യങ്ങൾ ഈ 3 ബോക്സിൽ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുക്കാം. ഓക്കെ, ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് അത് മെൻഷൻ ചെയ്യുന്നത് ആയിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോ ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മാതൃക നമ്മുടെ പേജ് നമ്പർ 63 ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേജ് നമ്പർ 63 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ചോദ്യം എങ്ങനെ വരിക, എങ്ങനെ ചെയ്യാന്ന് നോക്കാം അല്ലേ? അപ്പോ ചോദ്യം എങ്ങനെയാണ്? ഫൈൻഡ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം കാണുക. ഒന്നാമത്തെ ചോദ്യം 63 ഒന്നാമത്തെ ചോദ്യം. അതിൽ കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ ഒരെണ്ണം മതി. ഈ ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അതില് മൂന്നാമത്തത് ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തത് ഞാൻ ചെയ്യുന്നു. ആ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെയാണ്. ഏത് വേണേലും എടുക്കാട്ടോ, എല്ലാം ഒരുപോലെയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ആകെ നമുക്ക് തന്നൊരു വിവരം ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. പക്ഷെ ഈ സീക്വൻസ് നോക്കിയാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. ഈ ഒരു സമാന്തര ശ്രേണി നോക്കിയാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അതാണ് കേട്ടെ, നമ്മൾ ഉത്തരം എഴുതി തുടങ്ങും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൾജിബ്ര ഓഫ് ദി സീക്വൻസ് അല്ലെ? ഓഫ് ദി സീക്വൻസ് ആണ് ഇത് മതി. ഓക്കെ, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. രൂപം ഇതിനെ നമ്മൾ ഏത് അക്ഷരം വെച്ചിട്ടാ സൂചിപ്പിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താ സൂചിപ്പിക്കുക? എക്സ് എൻ. അപ്പൊ നമുക്കത് മനസ്സിലായി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് കാണാനുള്ള സമവാക്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? എനിക്ക് ഈസി ആയിട്ട് വരെ തോന്നുന്നത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. വളരെ നിസ്സാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമവാക്യമാണ് ഇത്. അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ഈ അക്ഷരങ്ങൾ എന്തൊക്കെയാണ്, അഥവാ ഇവിടുത്തെ ഡി എത്രയാണ്, എൻ എത്രയാണ്, എഫ് എത്രയാണ്,
ഇത് അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സമവാക്യം ഉപയോഗിച്ച് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്ര എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് നോക്കാം എന്താണ് ഡി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണല്ലോ, പൊതുവ്യത്യാസമാണല്ലോ. നമുക്ക് കൂടുതലൊന്നും സമയം കളയണ്ട, ഇവര് തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യ പദവും രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെ. ഇവിടത്തെ സംബന്ധിച്ച് x2 മൈനസ് x1 ആണ്, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, സിമ്പിൾ. 21 32 എത്ര വ്യത്യാസമുണ്ട്, 11. ഈസി, നമുക്ക് അതിൽ കൂടുതലൊന്നും നോക്കണ്ട. ഇവിടത്തെ എഫ് എന്താ, എഫ് എന്ന് പറഞ്ഞാൽ x1 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട, ഫസ്റ്റ് ടൈം x1 ആണ്. എത്രയാണ് ഇവിടുത്തെ ഫസ്റ്റ് ടൈം, അവിടെ ഉണ്ട്, എത്രയാണ്, 21. അപ്പൊ എന്റെ ചോദ്യം, ഇവിടത്തെ n എന്താണ്, ഇവിടത്തെ n എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടത്തെ n എന്ന് പറയുന്നത് n തന്നെയാണ്. ഇവിടത്തെ n എന്ന് പറയുന്നത് n തന്നെയാണ്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെ മനസ്സിലാവും സാറേ എന്നാണ് എങ്കിൽ, നിങ്ങളുടെ ഡൗട്ട് അതാണെങ്കിൽ മനസ്സിലാക്കുക, ഇത്ര നോക്കിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര എന്നുണ്ടോ നോക്കുക. ബീജഗണിതം അഥവാ ആൾജിബ്ര എന്നുണ്ടോ നോക്കുക. ഉണ്ട് എങ്കിൽ, ആൾജിബ്ര കാണാനാണ് ചോദ്യമെങ്കിൽ, ഫൈൻഡ് ആൾജിബ്ര ഓഫ് ദി സീക്വൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യമെങ്കിൽ, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക എന്നാണ് ചോദ്യമെങ്കിൽ ഉറപ്പിച്ചോ, എന്നിന് പകരം ഒന്നും എടുക്കണ്ട, എന്ന് തന്നെ, എന്നിന് പകരം ഒന്നും എടുക്കണ്ട, എന്നെ അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കല്ലേ എങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ അവിടെ എഴുതുന്നു, ഡി എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം, 11. ഓക്കെ, എന്നിന് പകരം നമ്മൾ എന്തെങ്കിലും എഴുതേണ്ടതുണ്ടോ, ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, എന്ന് തന്നെ. ക്ലിയർ, പ്ലസ് തന്നെ, മാറ്റുന്നില്ല. ഇവിടുത്തെ എഫ് എത്രയാണ്, എഫ് നമ്മൾ എഴുതുന്നു 21 മൈനസ് ഡി എത്രയാണ്, 11. അപ്പൊ നമുക്കൊന്ന് എഴുതാലോ. ഈ 11 എന്നിന് എന്തെങ്കിലും മാറ്റണ്ടോ, ഒന്നും മാറാല്ല, എന്ത് മാറാനാ, 11n പ്ലസ് 21 മൈനസ് 11 എത്രയാണ്, 10. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 21n. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 11 10 കൂട്ടിയാൽ 21n അല്ലേ, ഉത്തരം കിട്ടി. ആണോ, അല്ല, എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്താ മിസ്റ്റേക്ക്, ഇത് കൂട്ടാൻ പറ്റുമോ, ഇല്ല, ഇത് കൂട്ടാൻ പറ്റില്ല. കുറെ പേര് ഞാൻ കൂട്ടി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ഇത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റില്ല. എന്താ പ്രശ്നം, ഇവിടെ 11 n ആണ് അല്ലെ. 11 മാത്രമല്ല, ആര് കൂടി ഉണ്ട്, n കൂടി ഉണ്ട്. ഇവിടെ n ഉണ്ടോ, ഇല്ല, ഇവിടെ n ഇല്ല. ഒരിടത്ത് n ഉണ്ടെങ്കിൽ മറ്റിടത്തും n വേണം. ഇപ്പൊ ഇത് 10n ആയിരുന്നു എന്ന് വിചാരിക്കാം, അപ്പോൾ ഈ കിട്ടിയ ആൻസർ ഉത്തരം ശരിയാണ്. പക്ഷെ ഇവിടെ n ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യാ, ഒന്നും ചെയ്യാല്ല, അത്ര തന്നെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം, ഇതാണ് നമ്മുടെ ആൾജിബ്ര. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇതാണ് ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഒരു പ്രധാന ചോദ്യം. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് എന്ത് ചെയ്യാൻ, ആൾജിബ്ര അഥവാ ബീജഗണിതം കാണുക. ഇതേ ഉള്ളൂ, സിമ്പിൾ അല്ലേ, വെരി സിമ്പിൾ. ഞാൻ ഇതിനെ പറഞ്ഞിട്ട് വലിയൊരു സംഭവമാക്കണമൊന്നുമില്ല, നിസ്സാര കാര്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ ആ പേജിൽ തന്നെ തൊട്ടടുത്ത ചോദ്യം നോക്കുക. 63-ാമത്തെ പേജിലെ 2ാമത്തെ ചോദ്യമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്താ വ്യത്യാസം, the terms of some arithmetic sequences in two specified positions are given below. ചില സമാന്തര ശ്രേണികളിലെ ചില സ്ഥാനങ്ങളിലുള്ള പദങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാറ്റമൊന്നുമില്ല. ഫൈൻഡ് ദി ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം കണ്ടെത്തുക. അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല, അതന്നെയാണ് സംഭവം. അപ്പൊ പിന്നെ എന്തിലാ മാറ്റം, നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ. അപ്പൊ മനസ്സിലാക്കുക, എന്ത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ലേ സാർ ചെയ്യുന്നത്, ഇത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമോന്നല്ല, ഇത് വരും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ നമുക്ക് ഈ ചോദ്യം എങ്ങനെ നോക്കാം. ഞാൻ ആ 2ാമത്തെ ചോദ്യത്തിലെ ഏതെടുക്കുന്നു, ഏതെടുക്കണ്ട്, 2ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം അല്ലെ. 2ാമത്തെ ചോദ്യത്തിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഏതെടുത്താലും ഒരേപോലെ കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് 5th ടേം തന്നു, 5ാം പദം, 5ാം പദം. അപ്പൊ നമ്മൾ 5th ടേം എഴുതേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് 5ാം പദം എന്ന് ചുരുക്കിയിട്ട് എന്താ എഴുതാം, x5 എഴുതാലോ അല്ലെ. അപ്പൊ ആ 2ാമത്തെ ക്വസ്റ്റ്യനിലെ 2ാമത്തെ ചോദ്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താ തന്നെ
ഒന്നാം പദം ഫസ്റ്റ് ടേം തന്നു, അതിനെ നമുക്ക് ചുരുക്കി എന്ത് എഴുതാം? x1. x1 എത്രയാണ്? 5. x1 എത്രയാണ്? 5 ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് സെവൻത്ത് ടേം. സെവൻത്ത് ടേം എത്രയാണ്? 23. ഇത്രയും വിവരങ്ങൾ തന്നിട്ട്, ഈ രണ്ട് വിവരങ്ങൾ തന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? ആൾജിബ്ര അഥവാ ബീജഗണിതം കാണിക്കുക. നേരത്തെ ഒരു സീക്വൻസ് സമാന്തര ശ്രേണി മുഴുവനായിട്ട് തന്നു അല്ലെ, ആദ്യത്തെ 3 പദങ്ങൾ മുഴുവനായിട്ട് തന്നു, അല്ലെങ്കിൽ 4 പദങ്ങൾ മുഴുവനായിട്ട് തന്നു. ഇവിടെ അതല്ല, ഇവിടെ എന്താ തന്നെ? ഒന്നാം പദവും തന്നു, 7ആം പദവും തന്നു. അത് നമ്മുടെ പ്രശ്നമേ അല്ല കേട്ടോ, അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. നമ്മളോട് ബീജഗണിത രൂപം അഥവാ ആൾജിബ്ര കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ, എങ്ങനെ ചെയ്യാം? നമുക്ക് ചെയ്ത് തുടക്കത്തിൽ ഒരു മാറ്റമല്ല, നമ്മളൊന്ന് ആലോചിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൾജിബ്ര ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. ഓക്കെ, സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അഥവാ എക്സ് എൻ. എന്താ ഇക്വേഷൻ? എന്താ സമവാക്യം? dn plus f minus d. നമുക്ക് നോക്കല്ലേ, നമുക്ക് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം അല്ലെ. നേരത്തെ സ്ഥലം കിട്ടാത്തോണ്ട് താഴത്തേക്ക് വരച്ചു, അത്രേ ഉള്ളൂ. ഇവിടത്തെ d കണ്ടുപിടിക്കണം, n കണ്ടുപിടിക്കണം, f കണ്ടുപിടിക്കണം. ഒന്നാലോചിച്ചേ, കിട്ടില്ലേ? എന്തൊക്കെ കിട്ടും ഒന്നാലോചിച്ചാൽ നമുക്ക് ഇവിടത്തെ d നേരിട്ട് കിട്ടുമോ? നേരത്തെ പോലെ കിട്ടുമോ? കിട്ടില്ല. എന്താ പ്രശ്നം? അടുത്തടുത്തുള്ള 2 ടേംസ് നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് കാണുക. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ്? അടുത്തടുത്തുള്ള 2 പദങ്ങളല്ല നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ, വിട്ടിട്ടുള്ളതാണെങ്കിൽ d കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? d എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? വിട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇംഗ്ലീഷില് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ. ഇതിൽ നമ്മുടെ ടെക്നിക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഉണ്ടല്ലോ. എങ്ങനെ ഇത് കാണുക? എന്താ ടേം, എന്താ പൊസിഷൻ, നമുക്ക് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പദം എന്താ, സ്ഥാനം എന്താ, ഒക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ എന്റെ ടെക്നിക്ക് ഉണ്ട്. എന്റെ ടെക്നിക്ക് എന്തായിരുന്നു? നിങ്ങൾക്കറിയാം. എന്താ? അടിയിൽ മേലേക്ക് കുറയ്ക്കുക. തന്ന ഓർഡറിൽ എഴുതാൻ, എന്നിട്ട് അടിയിൽ മേലേക്ക് കുറയ്ക്കുക അല്ലെ. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ ടെക്നിക്ക് തന്നെ. ഇവിടെ അടിയിൽ ആരാ? 23. അപ്പൊ 23 മൈനസ് മുകളിൽ ആരാ? 5. 23 മൈനസ് 5 ബൈ ഇവിടെ അടിയിൽ ആരാ? 7 മൈനസ് മുകളിൽ ആരാ? 1. 7 മൈനസ് 1 അല്ലേ. നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെ കിട്ടും. 23 നിന്ന് 5 കുറച്ചാൽ 18. 7 നിന്ന് 1 കുറച്ചാൽ 6. 18 ഹരിക്കണം 6. 18 divided by 6 is equal to 3. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലെ. ഞാൻ അത് കൂടുതൽ ഒച്ച വെച്ച് തൊള്ളട്ടാർത്ത് അല്ലെ, ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. വളരെ സിമ്പിൾ, നമ്മൾ കൂളായിട്ട് എടുത്താൽ പോലെ. എന്തിനാ വെറുതെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഭയങ്കര ആർത്ത് വിളിച്ച് ഭയങ്കര സംഭവമായിട്ട് ഒന്നുമില്ല. നിസ്സാരം, അത്രേ ഉള്ളൂ. ഓക്കെ, ഒപ്പം പിടിച്ചാൽ, നിങ്ങളുടെ ഒപ്പം പിടിച്ചാൽ സുഖമായിട്ട് മാത്സിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് വാങ്ങാം. അല്ലാതെ ഒരു വലിയ സംഭവമേ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി കിട്ടിയല്ലോ. ഇവിടുത്തെ എന്താ എന്നെ നമ്മൾ ആ ചോദ്യത്തിലൊരു വാക്കുണ്ട്. എന്താ? ആൾജിബ്ര. നിങ്ങൾ ടെസ്റ്റ് നോക്കിയത് ബീജഗണിതം. ഞാൻ പറഞ്ഞു ബീജഗണിതം എന്ന് കണ്ടാൽ എന്നിന് പകരം വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എന്ന് തന്നെയാണ്. എന്തേലും മാറ്റം വരുത്തണോ? ഒരു മാറ്റവും വരുത്തേണ്ട. ഓക്കെ, ഇനി ഇവിടുത്തെ എഫ് എന്താ? എഫ് തന്നിട്ടുണ്ട്. x1 ആണ്. x1 എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? x1 ആണ്. എന്താ? ആദ്യ പദം. ഇവിടുത്തെ ആദ്യ പദം എത്രയാണ്? ഇതാ കിടക്കുന്നു. എത്രയാണ് ആദ്യ പദം? 5. ആദ്യ പദം 5 ആണല്ലോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യാലോ. നിസ്സാര പരിപാടിയല്ലേ. ഡി എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 3. എന്നിന് മാറ്റമൊന്നുമില്ല, എന്ന് തന്നെ. പ്ലസിന് മാറ്റണ്ടോ? ഒരു മാറ്റമില്ല. എഫ് എത്ര? 5. എഫ് എത്രയാണ്? 5 മൈനസ് ഡി. വീണ്ടും ഡി എത്രയാണ്? 3. അപ്പോൾ എന്ത് കിട്ടും? 3n. 5 എന്ന് 3 കുറച്ചാൽ പ്ലസ് 2. 3n പ്ലസ് 2 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കൂട്ടാൻ പറ്റുമോ? 5n ആവൂത്? 5n ആവോ? ഇല്ല കേട്ടോ, ഇത് 5n ഒന്നും ആവില്ലല്ലോ. കഴിഞ്ഞു. ഈ പാഠത്തിന്റെ പകുതി കഴിഞ്ഞു. ഇത്ര പഠിച്ചാൽ ഈ 2 തരം ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ ഈ പാഠത്തിന്റെ പകുതി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ.
അടുത്തൊരു പകുതി കൂടിയുണ്ട്. ആ പകുതി കുറച്ച് കൂടിയായിരിക്കും പ്രാധാന്യമുള്ളതാണ്. അതാണ് സമ്മ് കാണാനുള്ള അഥവാ തുക കാണാനുള്ള ഭാഗം. തുക കാണാനുള്ള സമ്മ് കാണാനുള്ള 71ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ തുക കാണുക. സിമ്പിൾ. ഓക്കെ, അപ്പൊ 71ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം. അതിലെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ 2 ചെയ്യുന്നു. 2 കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അല്ലെ? ഒരേപോലെ കേട്ടോ. അതിലൊരു 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേൽ 4 ഒരുപോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ അതിലെ 2 ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, രണ്ടാമത്തതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ചോദ്യം ഇതാണ്, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1.5 പ്ലസ് 2.5 പ്ലസ് എക്സെട്ര പ്ലസ് 12.5 ഇതിന്റെ സമ്മ്, ഇതിന്റെ തുക. ഓക്കെ അല്ലേ? നമുക്ക് തുകയാണ് കാണേണ്ടതെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ. സമ്മല്ലേ കാണണ്ടേ? അപ്പൊ നമുക്ക് ആകെ അതിന്റെ ഇക്വേഷൻ സമവാക്യം ഒന്ന് എഴുതി വെച്ച് നോക്കാം. എന്താ? തുക അല്ലെങ്കിൽ സം. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പകരം എന്താ എഴുതാം? SN. കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? n/2 x1 പ്ലസ് xn. n/2 x1 പ്ലസ് xn നമ്മളിത് പഠിച്ചിട്ടുള്ളതല്ലേ? ക്ലിയർ? ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാം? അതിന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ബീജഗണിതം ആൾജിബ്ര കണ്ടുപിടിച്ച പോലെ ആലോചിക്കുക. നമുക്ക് അക്ഷരങ്ങൾ തന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? n വേണം അല്ലെ? n വേണ്ടേ? ഇവിടെ നമ്മളോട് ബീജഗണിതോ ആൾജിബ്ര ഒക്കെ കണ്ടുപിടിക്കാനാണോ പറഞ്ഞത്? അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ എന്ത് വേണം? എന്നിനൊരു വില വേണം. എന്താണ് n എന്ന് ആലോചിക്കുക. എന്താണ് n? n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. നമ്പർ ഓഫ് ടേംസ്. എന്താണ്? പദങ്ങളുടെ എണ്ണം. ചുരുക്കി പറഞ്ഞാൽ 1.5 മുതൽ 12.5 വരെ ഇവിടെ എത്ര പദങ്ങൾ ഉണ്ട് അല്ലെ? ഇത്രയൊരു സമയം. ഇത് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് നേരിട്ട് നോക്കിയിട്ട് എഴുതാം. എന്നാലും നമുക്ക് ആ സമവാക്യം മനസ്സിലാവണ്ടേ? പദങ്ങളുടെ എണ്ണം കാണാൻ ഞാനൊരു സമവാക്യം പറഞ്ഞിട്ടില്ലേ? അത് നമുക്ക് മനസ്സിലാവണ്ടേ? അത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഈ ചോദ്യത്തിൽ ഞാനത് ഉപയോഗിക്കുന്നു. ഈ ചോദ്യത്തിൽ ശരിക്കും അതിന്റെ ആവശ്യമില്ല. സിമ്പിൾ കോമൺ സെൻസ് ആലോചിച്ച് നമുക്കറിയാം ഇവിടെ എത്ര പദങ്ങളുണ്ട്. 1.5 മുതൽ 12 വരെ എത്ര ഉണ്ട് നമുക്കറിയാം. എനിവേ നമുക്ക് ആ ഒരു സമവാക്യം ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ അതൊന്ന് ചെയ്യുന്നു. ഓക്കെ, എന്തായിരുന്നു സമവാക്യം? xn മൈനസ് x1 ബൈ d പ്ലസ് 1. ആ പ്ലസ് 1 ശ്രദ്ധിക്കണം. ആ പ്ലസ് 1 ഏറ്റവും അവസാനമാണ് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും അവസാനമാണ് പ്ലസ് 1 ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഏറ്റവും അവസാനം തന്നെ ഉപയോഗിക്കാം. ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം 1 കൂട്ടാൻ. നമുക്ക് ശ്രമിച്ചു നോക്കല്ലേ? ഇവിടുത്തെ xn എന്താ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ലാസ്റ്റ് ടൈം, അവസാന പദം, എന്നാം പദം അല്ലെ? nth ടൈം എന്നൊക്കെ പറയും. അവസാനം. ഇതിന്റെ അവസാനം ആരാ? നമുക്കറിയാം അവസാനം ആരാ? 12.5 മൈനസ് x1. ക്ലിയർ? ഫസ്റ്റ് ടൈം അല്ലെ? ഒന്നാം പദം എത്രയാണ്? ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് 1.5. കൂടുതൽ സമയം നമുക്ക് ഡിവൈഡഡ് ബൈ ഹരിക്കണം അല്ലെ? d. ഇവിടുത്തെ d എത്ര? 1.5 നിന്ന് 2.5 നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 1.5 മണി കഴിഞ്ഞ് 2.5 മണിയാവാൻ എത്ര മണിക്കൂർ പോകണം? 1 മണിക്കൂർ പോകണം അല്ലെ? അപ്പൊ ഇവിടുത്തെ d എത്രയാണ്? 1 പ്ലസ് 1 പ്ലസ് 1 അല്ലെ? ഓക്കെ, 12.5 നിന്ന് 1.5 കുറച്ചാൽ എന്ത് കിട്ടും? 12.5 നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 11.5. 11.5 നിന്ന് പിന്നെയും ഒരു അര കുറക്കണ്ടേ? അപ്പൊ എത്ര കിട്ടും? 11 ഹരിക്കണം 1 പ്ലസ് 1 അല്ലെ? 11നെ 1 കൊണ്ട് ഹരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. പകരം 11 തന്നെ. 11 ഹരിക്കണം 1 11 തന്നെ പ്ലസ് 1 എത്ര കിട്ടി? 12. എന്ത് കിട്ടി? 12. ഈസി അല്ലേ? നമുക്ക് നോക്കിയാലോ 1 2 ഇങ്ങനെ പോയ 12 എണ്ണം ആവുമ്പോ 12 ഉണ്ട്. എനിക്കറിയാം. ഈസിയാണ്. ഇതിന്റെ ആവശ്യമില്ലല്ലോ സാധനമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഉണ്ട്. ഈസിയാണ്. പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമവാക്യം ഉപയോഗിക്കാൻ ഞാനൊന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇനി നമുക്ക് വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ n കിട്ടിയാൽ അടുത്തതായ n കിട്ടി. ഇനി അല്ല x1 ഇവിടെ ഏതാ? ഇതാ അവിടെ കിടക്കുന്നുണ്ട് 1.5. പിന്നെ ഇവിടെ എന്താ വേണ്ടത്? xn ഇതാ കിടക്കണം. എത്രയാണ്? 12.5. അപ്പൊ xn 12.5. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതാണ് ഉപയോഗിച്ചാൽ മതിയല്ലോ അല്ലെ? ഉപയോഗിക്കാം.
n/2 എന്നിന് പകരം എന്ത് കൊടുക്കണം 12. അപ്പൊ 12/2. x1 എന്ന് പറഞ്ഞാൽ 1.5 പ്ലസ് xn എത്രയാണ് 12.5. താഴത്തൊരു വണ്ടി വന്നു, അതിന്റെ ശബ്ദം കേൾക്കേണ്ട വെച്ചിട്ടാണ്, ഡിസ്റ്റർബ് ആവേണ്ട വെച്ചിട്ടാണ് ഒന്ന് നിർത്തിയത്. ഓക്കെ, 12.5 ക്ലിയർ ആണല്ലോ. നമുക്ക് ചെയ്യാലോ. 12/2 12 ഹരിക്കണം 2 എത്രയാണ് 6 ഹരിക്കണം 2 ഡിവൈഡഡ് ബൈ 2. 2 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. 12ന്റെ പകുതിയാക്കുക. പകുതി എത്രയാണ് 6 ഇൻറ്റു ഇത് രണ്ടും കൂടി കൂട്ടണ്ടേ, കൂട്ടണം. 12 കൂടെ അര കൂട്ടിയാൽ 13. 13 കൂടെ 1 കൂട്ടിയാൽ 14. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ ഞാൻ ഇവിടെ താഴത്ത് എഴുതാണ്. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ നമ്മുടെ തുക കിട്ടും. SN കിട്ടും. എത്രയാണ് 1084. ഓക്കെ, എനിക്ക് ഗുണിക്കാതെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, 14 ഗുണിക്കണം 6 ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാതെ തന്നെ കിട്ടുമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ചേ, ഒരു കാര്യം കൂടി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാണ്ട്. SN നല്ല എഴുതിയ SN എഴുതിയ തുകയാണ്. പക്ഷെ എന്താ അറിയോ, n പദങ്ങളുടെ തുക എന്നാണ്. എന്താണ് n പദങ്ങളുടെ തുക? ചോദ്യം ചിലപ്പോൾ അങ്ങനെയും തരാറുണ്ട് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് നമ്മൾ വരുന്നില്ല, അതിന് പറഞ്ഞേ ഉള്ളൂ. SN എന്ന് പറഞ്ഞാൽ n പദങ്ങളുടെ തുക എന്നാണ്. സം ഓഫ് n ടേംസ്. n പദങ്ങളുടെ തുക. ഇവിടെ ഈ എന്നിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്തേ? ഇവിടെ നമുക്ക് n എത്രയാണ് അറിയാം. n എത്രയാണ് 12. അപ്പൊ നമുക്ക് ഇങ്ങനെയും എഴുതാം, അങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. എങ്ങനെ? S12 സമം 84. എന്തായാലും അർത്ഥം സം ഓഫ് 12 ടേംസ്. 12 പദങ്ങളുടെ തുക. വ്യക്തമാണോ? ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ പരിപാടിയുള്ളൂ. നിസ്സാരമായ പരിപാടികളാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന അടുത്ത ചോദ്യം 71ാമത്തെ തന്നെ പേജിലെ രണ്ടാമത്തെ ചോദ്യത്തിലെ 4ാമത്തെ 2-ലെ 4. അതിങ്ങനെയാണ് കൊടുക്കുന്നത്. 19, 28, 37 എക്സാമ്പിൾ. ഇങ്ങനൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ തുക കാണുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി, തുകയാണ് സമ്മാണ് കാണേണ്ടതെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതണം. അതിനൊരു മാറ്റമല്ല, ഇക്വേഷൻ എഴുതണം. അതിന് മാർക്കം കിട്ടും. നമുക്ക് ഇക്വേഷൻ എഴുതിയേ പറ്റൂ. SN is equal to n/2 x1 plus xn. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ n എത്രയാണ്? ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി വായിക്കണം കേട്ടോ. എന്താണ് ഇവിടുത്തെ ചോദ്യം? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 terms of the sequence. Find the sum of first 25 terms of the sequence. നിങ്ങൾ ടെസ്റ്റിൽ 71ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ. ഓക്കെ, ഈ ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. 25 പദങ്ങൾ, സം ഓഫ് ഫസ്റ്റ് 25 terms എന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 25 ആണ്. അത് കണ്ടുപിടിക്കാൻ പിന്നെ നമ്മൾ മെനക്കെടേണ്ട ആവശ്യമേ ഇല്ല. സിമ്പിൾ, നിസ്സാരം. അടുത്തത് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി എത്രയാണ്? 19. അങ്ങനെ 19. മൂന്നാമത്തത് xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം, nth ടൈം ആണല്ലേ? ഇവിടെ ഒന്ന് ആലോചിച്ചേ. ഇവിടെ nth ടൈം ആണെന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടൈം ആയിരിക്കും? nth ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവസാനത്തെ പദം. x എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം അല്ലെ? ലാസ്റ്റ് ടൈം ആണ്. ഇവിടെ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മളോട് 25 വരെയുള്ള കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ. നമ്മളോട് 25 വരെയുള്ളതേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ ലാസ്റ്റ് പറഞ്ഞാൽ ഏതാണ്? 25 ആണ്. നമ്മളോട് 25 ചോദിച്ച സ്ഥിതിക്ക് 25 ആണ്. പക്ഷെ അത് തന്നിട്ടുണ്ടോ? ഇല്ല, അത് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് നമ്മുടെ മുന്നിൽ വലിയ ചോദിച്ചിട്ടാണല്ലേ. ഇനിയിപ്പോ അത് കണ്ടുപിടിക്കണം. സ്വാഭാവികമായിട്ട് അത് തരാത്ത സ്ഥിതിക്ക് നമ്മൾ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. കണ്ടുപിടിച്ചാൽ പറ്റില്ല സാർ, എനിക്ക് ചെയ്യാൻ പറ്റില്ല, സൗകര്യം ഇല്ലാത്ത കാര്യമെല്ലാം ചെയ്തേ പറ്റൂ. ഓക്കെ, എങ്ങനെ? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. 25ാമത്തെ പദം എങ്ങനെയാണ്? നമുക്ക് തന്ന പദങ്ങൾ വെച്ചിട്ട് വേണം. 25th ടൈം വേണമെങ്കിൽ ഗിവൺ ടേംസ് ഏതൊക്കെയാണോ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഒന്നുകൂടെ ആലോചിച്ചേ. നമുക്ക് ഫസ്റ്റ് ടൈം തന്നിട്ടില്ലേ? ഉണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ടൈം തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്.
തേർഡ് ടൈം തന്നിട്ടുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് വേണം. ഒന്നാമത്തെ വീഡിയോ കാണണം കേട്ടോ. പാർട്ട് 1 വീഡിയോ കണ്ടാലേ ഇത് കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് തന്നത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ തന്നതിൽ 1, 2, 3 ടൈംസ് ഉണ്ട്, പദങ്ങളുണ്ട്. അതിൽ എനിക്കിഷ്ടമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ഒന്നാം പദം ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, നമ്മൾ എഴുതുന്ന സാഹചര്യം എന്താ? ഒന്നാം പദം നമ്മുടെ കയ്യിലുണ്ട് അല്ലെ, x1 നമ്മുടെ കയ്യിലുണ്ട്. 25-ാം പദം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ സിറ്റുവേഷൻ അല്ലെ. ഒന്നാം പദമുണ്ട്, 25 കണ്ടുപിടിക്കണം. ഒന്നിൽ നിന്ന് എങ്ങനെ 25ക്ക് എത്തുക എന്ന് ആലോചിച്ചാൽ, ഒന്നിൽ നിന്ന് സാധാരണഗതിയിൽ നിങ്ങൾ എങ്ങനെ 25ക്ക് എത്തുക? സിമ്പിൾ അല്ലേ. ഒന്നിൽ നിന്ന് 24 കൂട്ടണം. ഒന്നിൽ നിന്ന് 24 കൂട്ടണം. ഒപ്പം ആരുണ്ടാവും? ഒപ്പം ഒരു ഡി കൂടി ഉണ്ടാവും. ഡി എന്താ? പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്, അവിടെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. x1 എന്ന് പറഞ്ഞാൽ ഇതാവുണ്ട് 19. x1 എന്ന് പറഞ്ഞാൽ 19 പ്ലസ് 24 മാറ്റമൊന്നുമില്ല, ഗുണിക്കണം. ഇവിടുത്തെ ഡി എത്രയാണ്? ഡി പൊതു വ്യത്യാസം, എന്താ കോമൺ ഡിഫറൻസ്. 19ൽ നിന്ന് 28ലേക്ക് എത്ര ദൂരം നോക്കിയാൽ 9 ദൂരം, 9. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 19 പ്ലസ് 216. 19 പ്ലസ് 216. 24 ഗുണിക്കണം 9, 216. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എഴുതുന്ന വേഗതയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 24 ഗുണിക്കണം 9 ചെയ്യണം. ഞാൻ കുറച്ചുകൂടി ഗുണിക്കാൻ ഈസി ആയിട്ട് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോലെ കൂട്ടാം. എത്ര കിട്ടും? 235 എന്ന് കിട്ടും. 19 പ്ലസ് 216 എന്ന് പറഞ്ഞാൽ 235 എന്ന ഉത്തരമായി നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാവരുമായില്ലേ? ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. n എന്ന് പറഞ്ഞാൽ 25, n എന്ന് പറഞ്ഞാൽ 25. അപ്പൊ 25/2. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ 19 പ്ലസ് പ്ലസ് xn എന്ന് പറഞ്ഞാൽ 235 അല്ലെ. ഇനി ഇത് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ഈ ഹരിക്കണം രണ്ടു കൂടെ ഒറ്റ സംഖ്യ ലോഡ് നമ്പർ അല്ലേ 25. ഞാൻ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ മാത്സ് നന്നായിട്ട് അറിയാമെങ്കിൽ ഇത് രണ്ട് കൂട്ടിയതിന് ശേഷം വെട്ടാനൊക്കെ മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും നേരിട്ട് പോകുന്നു. 25/2. 25 ഹരിക്കണം 2 അല്ലെ. ഞാൻ പറഞ്ഞത് പകുതിയാക്കലാണ്. 2 കൊണ്ട് ഹരിക്കില്ല എന്നാൽ പകുതിയാക്കുക. 25ന്റെ പകുതി 12 അല്ല, ഗുണിക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 254. ഓക്കെ, ഇനി ഇതെങ്ങനെ ഗുണിക്കാം? പോയിന്റുള്ള സംഖ്യകൾ എങ്ങനെ ഗുണിക്കാം? 254 അടക്കട്ടെ, പ്രശ്നമൊന്നുമില്ല, ഗുണിക്കണം. പോയിന്റുള്ളത് എങ്ങനെ ഗുണിക്കാം? കുറച്ച് നേരത്തിന് പോയിന്റ് ഇല്ല എന്നങ്ങ് വിചാരിക്കുക. കുറച്ച് നേരത്തിന് പോയിന്റ് ഇല്ലെങ്കിൽ അതെന്തായി? 125 ആയി അല്ലെ. ഞാൻ സമയം കളയുന്നില്ല ഗുണിച്ചിട്ടൊന്നും. ഓക്കെ, ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താ നോക്കുക. അത് 254 ഗുണിക്കണം 125 എന്ന് പറയുമ്പോൾ 31,750 എന്ന് കിട്ടും. പക്ഷെ ഉത്തരം പൂർണ്ണമായോ? ഇല്ല, ഒരു പോയിന്റ് അവിടെ ബാക്കിയുണ്ടല്ലോ. നമ്മളില്ല, കുറച്ചു നേരത്തിന് ഇല്ല എന്ന് വിചാരിക്കുകയാണ്. വിചാരമാണ്, നമ്മളുടെ വിചാരമാണ്. യഥാർത്ഥത്തിൽ പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഗുണിക്കാനുള്ള സൗകര്യത്തിന് കുറച്ചു നേരത്തിന് ഇല്ല എന്ന് വിചാരിച്ചു. ഗുണനം കഴിഞ്ഞു അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓവർ. ദെൻ വാട്ട് വി ക്യാൻ ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പോയിന്റ് കൂടി ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതെങ്ങനെ? നമ്മൾ നോക്കുക. നമ്മൾ ഗുണിച്ചതിൽ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിൽ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് നോക്കുക. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഇവിടെ അത് ആകെ ഒരെണ്ണേ ഉള്ളൂ. മുകളിലും താഴെ കൂടി രണ്ടെണ്ണത്തിന് കൂടി ആകെ ഒറ്റ നമ്പറേ ഉള്ളൂ പോയിന്റിന് ശേഷം അല്ലെ. ഒറ്റ നമ്പറേ ഉള്ളൂ എങ്കിൽ നമുക്ക് കിട്ടിയ ഉത്തരത്തിന്റെ വലതുവശം എടുക്കുക. ഇതല്ലേ വലതുവശം. വലതുവശത്ത് നിന്ന് ഒരു നമ്പറിന് ശേഷം പോയിന്റ് ഇടുക. വലതുവശത്ത് ഒരു നമ്പറിന് ശേഷം പോയിന്റ് ഇടുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 31,75. 3175. പോയിന്റ് 0 ഇടണോ? പോയിന്റ് ഇട്ടിട്ട് 0 ആണെങ്കിൽ പിന്നെ അതിന് വിലയൊന്നും ഇല്ല. 0 മാത്രമാണെങ്കിൽ പിന്നെ അതിന് വിലയൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് കിട്ടി SN സം ഈസ് ഈക്വൽ ടു തുക 3175 കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു ഇത് എത്ര പദങ്ങളുടെ തുകയാണ്? എത്ര ടേംസിന്റെ സമ്മാണ്? 25. അപ്പൊ ഈ എന്നിന് പകരം നമുക്ക് എടുക്കാം 25 എന്ന് വേണമെങ്കിലും എടുക്കാം. രണ്ട് രീതിയിൽ എടുക്കാം. 25 പദങ്ങളുടെ തുക, സം ഓഫ് 25 ടേംസ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി, പ്രധാനമായിട്ടും ഇതിലെ ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ,
ഒന്നാമത്തേലും ബാക്കി ചോദ്യങ്ങളുണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും 71ാമത്തെ പേജിലും 1ലും 2ലും ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഞാൻ തന്നെ ഒക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ SSLC 10 കൊല്ലം മുമ്പ് കഴിഞ്ഞതാ. ഞാൻ വീണ്ടും 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 എല്ലാ ചോദ്യം ഞാൻ തന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന കൊണ്ട് മാത്രം കാര്യമുണ്ടോ? മാത്സ് കേൾക്കല് മാത്രമല്ല, ചെയ്ത് പഠിക്കല് കൂടിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം പേജ് നമ്പർ 71ലെ 4ാമത്തെ ചോദ്യത്തിലെ 3ാമത്തെ എന്താണ് അത് കൊടുത്തിട്ടുള്ളത്? എന്താ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. 2n-3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2n-3 എന്താ ചോദ്യം? 2n-3 എന്താണെന്ന് അറിയേണ്ടത്, നല്ല ചെയ്യാൻ പറ്റൂ. നമുക്ക് ആ ചോദ്യം വായിച്ചു നോക്കാം. The nth term of some arithmetic sequences are given below. ചില സമാന്തര ശ്രേണികളുടെ nth term വന്നു അല്ലെ, എന്നാം പദം തന്നിട്ടുണ്ട്. ചില സമാന്തര ശ്രേണികളുടെ എന്നാം പദം ചുവടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n terms of each. ഓരോന്നിന്റെയും ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. എന്താണ്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n terms. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തിരിച്ചിട്ട് 5ാമത്തെ ചോദ്യം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ തന്നിട്ടുള്ളത്. ഞാൻ 4 തന്നിട്ടുണ്ട്, അതിൽ 3ാമത്തെ ഞാൻ എടുത്തു. ഈ തന്നത് എന്താണ്? 3ാമത്തേനെ എന്താണ് ഈ തന്നിട്ടുള്ളത്? എന്താ ഈ 2n-3? കൃത്യമായി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, nth term is given below. എന്നാം പദം ചുവടെ നൽകിയിരിക്കുന്നു. എന്നാം പദം എന്നുള്ളതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് തന്നത് xn ആണ്. അതെങ്ങനെ മനസ്സിലാക്കിയേ? എന്നാം പദം nth term എന്ന് പറഞ്ഞാൽ ഏതാക്ഷരം? xn ആണ് നമ്മൾ എടുക്കല് അല്ലേ? ആണല്ലോ. xn ആണ് ഈ തന്ന 2n-3. xn ആണ് ഈ തന്ന എന്നാം പദം എന്ന് തന്നത് കൊണ്ട് തന്നെ നമുക്ക് തന്നത്, nth term തന്നത് കൊണ്ട് നമുക്ക് തന്നത് xn ആണ്. 2n-3 ആണല്ലോ. ക്ലിയർ? കിട്ടിയത് ഇതാണ്, നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാത്സ് എന്ന് പറഞ്ഞപ്പോഴും തന്നതും കണ്ടുപിടിക്കേണ്ടതുണ്ട്. തന്നതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതിലേക്ക് അല്ലെ. ഗൂഗിൾ മാപ്പ് ഇല്ലേ, പ്രസന്റ് ലൊക്കേഷനും പോണ്ട ലൊക്കേഷനും അല്ലെ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നുള്ള ലൊക്കേഷൻ, യുവർ ലൊക്കേഷൻ കൊടുക്കണം, ഡെസ്റ്റിനേഷൻ കൊടുക്കണം, എവിടേക്ക് പോകണം എന്നുള്ള ഇത് കൊടുക്കണം. അതുപോലെ എന്ത് തന്നു, എന്ത് കണ്ടുപിടിക്കണം. അതാണല്ലോ അടുത്ത വിഷയം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ n പദങ്ങളുടെ തുക. സം ഓഫ് ഫസ്റ്റ് n terms. തുക. n terms കടക്കട്ടെ, തുകയാണല്ലോ വിഷയം. സമ്മ കാണണമെങ്കിൽ, തുക കാണണമെങ്കിൽ SN അല്ലേ നമ്മൾ എഴുതുക. എന്താ സമവാക്യം? n/2 x1 + xn. അപ്പൊ തുകയാണ് n പദങ്ങളുടെ തുക. അതൊക്കെ അവിടെ വരട്ടെ. ഫസ്റ്റ് n terms ഒക്കെ അവിടെ പോട്ടെ, അതൊക്കെ പോട്ടെ. തുകയാണല്ലോ കാണണ്ടേ, സമ്മാണല്ലോ. ഇതാ എഴുതി വെക്കുക, സമവാക്യം എഴുതി വെക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് ആലോചിക്കാം. ആദ്യത്തെ വിഷയം, നമുക്കിവിടെ അക്ഷരങ്ങളുമാണല്ലോ, ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണല്ലോ. ഇവിടുത്തെ n വേണ്ടേ? ഇവിടുത്തെ n എത്രയാണ്? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. n എത്രയാണ്? നമ്മളോട് എത്ര പദങ്ങളുടെ തുക കാണാനാ പറഞ്ഞു? n എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചോദ്യത്തിൽ ഓർമ്മ ഉണ്ടോ? 25 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ n 25 എന്നാണ് കൊടുത്തത്. ഇവിടെ n പദങ്ങളുടെ തുക എന്നാണ് ചോദ്യം. എന്താണ്? n പദങ്ങളുടെ തുക, അഥവാ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഫസ്റ്റ് n terms, സം ഓഫ് ഫസ്റ്റ് n terms ആണല്ലോ. അപ്പൊ ഇവിടുത്തെ n എന്താണ്? ഇവിടുത്തെ n തന്നെയാണ്. n തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. അത് മനസ്സിലായില്ലേ? അടുത്തത് ഇവിടുത്തെ x1 എന്താണ്? ഇവിടുത്തെ x1 എന്താ? ഇവിടുത്തെ x1 നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യും അല്ലെ? x1 തന്നിട്ടില്ല. ഇനിയിപ്പോ എങ്ങനെ ചെയ്യാം? അതിനുവേണ്ടി നിങ്ങളിവിടെ പുതുതായിട്ടൊരു കാര്യം പഠിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. xn തന്നിട്ടില്ലേ? xn എന്ന് പറഞ്ഞാൽ എന്നാം പദം അല്ലെങ്കിൽ അവസാനത്തെ പദം. നമുക്ക് വേണ്ടത് ആദ്യത്തെ പദം അല്ലെ. അപ്പൊ നമ്മൾ ഈ x1 കണ്ടുപിടിക്കുന്നത് എവിടെന്നാ? xn ൽ നിന്നാ. എങ്ങനെ? നമുക്കറിയാലോ, xn എന്ന് പറഞ്ഞാൽ 2n-3 ആണല്ലോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ആലോചിച്ചേ, എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ x1 കണ്ടുപിടിക്കാൻ പോകുന്നത്.
നമ്മൾ x1 കണ്ടുപിടിക്കാൻ പോകുന്നത് സിമ്പിൾ, വളരെ സിമ്പിൾ. നമ്മൾക്ക് ഇവിടെ എവിടെയൊക്കെ n കാണാനുണ്ട് നോക്കുക. എങ്ങനെയാണ്? ഇവിടെ എവിടെയെല്ലാം n എന്ന് കാണാനുണ്ട് എന്ന് നോക്കുക. ഇവിടെ ഒരു n കാണാനില്ലേ? ഉണ്ടല്ലോ. ആ n എന്ന് കാണുന്നിടത്ത് നമ്മൾ ഒന്ന് നോക്കുക. ഒന്നുകൂടി റിപ്പീറ്റ്. എന്താ വേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ഈ സംഗതി എന്താണ്? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. ആൾജിബ്രോ അല്ലെ, nth ടേം അല്ലെ, ഇപ്പൊ എല്ലാവർക്കും അറിയപ്പെട്ടില്ല, എന്നാ പദം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഉണ്ടല്ലോ. അതാണ് ഇവിടെ തന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാ പോണേ? x1 കണ്ടുപിടിക്കാനാ പോണേ. അത് ഏതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതിൽ നിന്നാണ് നമ്മൾ x1 കണ്ടുപിടിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോ. ഈ തന്നതിൽ എവിടെയൊക്കെ n കാണാനുണ്ട് അവിടെയൊക്കെ 1 കൊടുക്കുക. എങ്ങനെയാണ്? എവിടെയൊക്കെ n കാണാനുണ്ട് അവിടെയൊക്കെ 1 കൊടുക്കുക. ഒന്ന് കൊടുത്തു നോക്കിയാലോ. ഇവിടെ n ഇല്ലേ? അവിടെ നമുക്കൊരു 1 ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു 2 ഒരു മാറ്റം വേണ്ട. 2n എന്ന് വെച്ചാൽ 2 into n ആണ്. 2 ഗുണിക്കണം n ആണ് അല്ലെ? ആണല്ലോ. ഈ n ഉണ്ടല്ലോ, n കാണുന്നോടത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. എന്താ 1 കൊടുക്കാതെ കാരണം? ഒന്നാമത്തെ പദമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് 1 കൊടുക്കുന്നു. അപ്പൊ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കേണ്ടി വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കൊടുക്കണം. 10th ടൈം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 10 കൊടുക്കണം. സിമ്പിൾ, ഇത്രയുള്ള പരിപാടി. -3ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. 2 into 1 2 തന്നെ. -3 2 - 3 രണ്ടിൽ നിന്ന് 3 കുറച്ചാൽ ഈസി. -1 എന്താണ്? -1. അപ്പൊ n ആയി n തന്നെ. x1 ആയി ഇതവിടെ -1. xn എന്താ? ഇനി അതെന്താ ആലോചിച്ചു തല പോക്കണം വേണോ? ദാ കിടക്കുന്ന xn അല്ലെങ്കിൽ ദാ കിടക്കുന്ന xn. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി കണ്ടുപിടിക്കാനൊന്നും വേണ്ട, ദാ അവിടെ കിടക്കണ്ടേ. നമുക്ക് ചെയ്ത് നോക്കിയാലോ? അല്ലെ. n/2 എന്നിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. n/2. ഓക്കെ. x1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ എന്താണ്? 2n - 3. ഓക്കെ. n/2 ഇപ്പൊ തൽക്കാലം ഒരു മാറ്റമില്ല. n/2 അങ്ങനെ നിൽക്കട്ടെ. -1 ഇവിടെ -1 ഉണ്ട്, -3 ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ 2n മാറ്റുന്നില്ല. 2n അതുപോലെ എഴുതാം. -1 - 3 എത്ര? -1 - 3 -4 ആണ്. -1 - 3 -4. -1 ആണ് ഇവിടെ, -3 ആണ്. രണ്ട് മൈനസ് അല്ലേ? രണ്ട് മൈനസ് ആണെങ്കിൽ രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക. 3 1 കൂട്ടിയാൽ 4. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ബ്രാക്കറ്റ് കളയണമെങ്കിൽ ഈ പുറത്തുള്ള ആളെ ഗുണിക്കണം. ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ്? ഗുണിക്കണം എന്നാണ്. പുറത്തുള്ള ഈ n/2 ഇല്ലേ? n/2 ഗുണിക്കണം. ആരുമായിട്ട് ഗുണിക്കണം? ബ്രാക്കറ്റിന്റെ പുറത്തുള്ള n/2 കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള 2 പേരെയും ഗുണിക്കണം. എങ്ങനെ വേണം? ബ്രാക്കറ്റിന്റെ പുറത്തുള്ള n/2 കൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്തുള്ള 2 പേരെയും നമ്മൾ ഗുണിക്കണം. ചെയ്തു നോക്കല്ലോ. ഇവിടെ 2n ആണ്. 2n ഗുണിക്കണം. ഇവിടെ ആരാ? n/2. 2n ഗുണിക്കണം n/2. മനസ്സിലായോ? ഇവിടെ മൈനസ് ഇല്ലേ? അത് അതുപോലെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പത്തെ ആരാ? 4. ആ 4നെയും ഗുണിക്കണം. എന്തുകൊണ്ടാ ഗുണിക്കണ്ടേ? അതും സെയിം n/2. 4 ഗുണിക്കണം n/2. അപ്പൊ എന്ത് കിട്ടും നോക്കല്ലേ? 2n into n. 2n into n അല്ലെ? 2n into n എന്ന് വെച്ചാൽ എന്താ? n into n. n into n എന്ന് പറഞ്ഞാൽ 2 അടക്കട്ടെ. n into n എന്ന് പറഞ്ഞാൽ n². 2 into 2 എന്ന് പറഞ്ഞാൽ 2². 5 into 5 എന്ന് പറഞ്ഞാൽ 5² അല്ലെ? അപ്പൊ n into n എന്ന് പറഞ്ഞാൽ n². ഇവിടെ ഒരു /2 ഇല്ലേ? അതെങ്ങോട്ടേലും പോയിണോ? അതെങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. അത് അവിടെ തന്നെ ഉണ്ട്. -4 into n. 4 into n നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാനില്ല. വെറുതെ എഴുതിയിരിക്കുക. 4n. /2 എങ്ങോട്ടേലും പോയോ? എങ്ങോട്ടും പോയില്ല. ഓക്കെ. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നോക്കിക്കേ. രണ്ടും മുകളിൽ താഴെയില്ലേ? കളയാലോ. ബാക്കി ഇവിടെ ആരാളെ? n². ഇവിടെ ആരാ ബാക്കി? n². ഈ മൈനസ് അങ്ങനെ നിൽക്കട്ടെ. 4 ഹരിക്കണം 2. 4 ഹരിക്കണം 2 എത്രയാണ്? 2 തന്നെ. 4 2 കൊണ്ട് ഹരിച്ചാൽ 2 തന്നെ. 4/2 is 2. ബാക്കി ഇവിടെ ആരുണ്ട്? n ഉണ്ട്. n² - 2n. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. 71ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യം.
ഞാൻ വീണ്ടും പറയുന്നു, 4ാമത്തെ ചോദ്യത്തിലെ 3 മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം, എന്നാലേ റിസൾട്ട് വരൂ. അപ്പൊ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, 5ാമത്തെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഓക്കെ, എന്താ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? The sum of first n terms of some arithmetic sequences are given below. Find the nth term of each. ചില സമാന്തര ശ്രേണികളുടെ n പദങ്ങളുടെ തുക തന്നിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇവയുടെ nth ടേം, n-ാം പദം കണ്ടുപിടിക്കുക. 71-ലെ 5ാമത്തെ ചോദ്യം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. ഇവിടെ എന്തൊക്കെ, ഇവിടെ 4 ചോദ്യം 5 ചോദ്യമൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്നേ ചെയ്തു. ഓക്കെ, ഞാൻ 4ാമത്തെ ചെയ്തിരുന്നു. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത് 4ാമത്തതാണ്. ബുദ്ധിമുട്ട് എന്നല്ല, മൈനസിലോട്ട് ഞാൻ ചൂസ് ചെയ്ത് മാത്രമേ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെയാണ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ആദ്യം എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? എന്തായി തന്നിട്ടുള്ളത്? എന്താ സംഭവം? എന്തായി സംഭവം? ഇതെന്താ തന്നെ? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക ചുവടെ നൽകിയിരിക്കുന്നു. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്താണ് അല്ലെ? ഓഫ് സം സീക്വൻസസ് ആർ, അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. തുക സം ഗിവൺ ബിലോ, താഴെ നൽകിയിരിക്കുന്നു. തുക താഴെ നൽകിയിരിക്കുന്നു. അപ്പൊ ഈ തന്നിട്ടുള്ളത് എന്താണ്? ഈ തന്നിട്ടുള്ളത് Sn ആണ്. Sn എന്ന് പറഞ്ഞാൽ 2n² മൈനസ് n. 2n² മൈനസ് ഇതാണ് തന്നിട്ടുള്ളത് ആണല്ലോ. എന്ത് കണ്ടുപിടിക്കണം? അടുത്ത അതാണല്ലോ പ്രശ്നം. നമ്മളോട് കൃത്യമാണ്, ചോദ്യം വളരെ കൃത്യമാണ്. എന്താ? xn കണ്ടുപിടിക്കുക അല്ലെ? xn എന്താ പറഞ്ഞത്? ബീജഗണിത രൂപം കണ്ടെത്തുക അല്ലെ? n-ാം പദം കണ്ടെത്തുക. ഫൈൻഡ് ദി nth ടേം, n-ാം പദം കണ്ടെത്തുക. xn അല്ലേ? അപ്പൊ നമുക്കറിയാലോ xn എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? dn പ്ലസ് f മൈനസ് d അല്ലേ? നമ്മുടെ യൂഷ്വൽ പരിപാടി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ എന്തെങ്കിലും നമുക്കറിയോ? ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും d അറിയോ നമുക്ക്? ഇല്ല. n അറിയോ? അതുമില്ല. f അറിയോ? അതുമില്ല. d വീണ്ടും അറിയേയില്ല. അപ്പൊ അതാണ് പ്രശ്നം. ഇതിലുള്ള ഒരു അക്ഷരം പോലും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു അക്ഷരം കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ കണ്ടുപിടിക്കാൻ d കണ്ടുപിടിക്കൽ ഈസിയാണ് അല്ല? d കണ്ടുപിടിക്കണമെങ്കിൽ, അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ, കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ ആ സീക്വൻസിലെ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒക്കെ ടേംസ് നമ്മുടെ കിട്ടിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒക്കെ പദം നമുക്കറിയണം. ബേസിക് ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും 2 പദം നമുക്കറിയണം. ഇവിടെ ഇപ്പൊ ഒരു പദം പോലും ഇല്ല, ഒരു ടേം പോലും ഇല്ല. ഏതെങ്കിലും 2 ടേം അറിഞ്ഞേ പറ്റൂ. ഇവിടെ എന്തെങ്കിലും ടേം തന്നോ? ഒരു ടേമും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണല്ലോ അടുത്ത പ്രശ്നം. ഒരു ടേമും തരാതെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ടേംസ്, പദങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 1-ാം പദവും 2-ാം പദവും തന്നെ കണ്ടുപിടിക്കാം അല്ലെ? അതെങ്ങനെ ചെയ്യും? അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വി നീഡ് ടു ഫൈൻഡ്, ഞാൻ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. വി നീഡ് ടു ഫൈൻഡ് എനി 2 ടേംസ്. അതിനൊക്കെ നല്ലത് we need to find first and second term of the sequence, of arithmetic sequence. സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 2 പദങ്ങൾ നമുക്കറിയാം. ആദ്യത്തെ 2 പദങ്ങൾ കണ്ടെത്തണം. എന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഇതിങ്ങനെ പരീക്ഷയ്ക്ക് തോന്നുന്ന എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു തരും എങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് തന്നത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. തന്നതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലെ? തന്നതും കണ്ടുപിടിക്കേണ്ടതും. ആ തന്നതിൽ നിന്ന് വേണം നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഊറ്റിയെടുക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നത് എന്താ? Sn എന്ന് വെച്ചാൽ 2n² മൈനസ് 1. 2n² മൈനസ് 1. നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി. എന്ത് ചെയ്യാം? എവിടെയൊക്കെ n കാണുന്നു അവിടെയൊക്കെ 1 ഇട്ട് കൊടുക്കുക. 1-ാം പദം കണ്ടുപിടിക്കാൻ വേണ്ടി എവിടെയൊക്കെ n കാണുന്നു അവിടെയൊക്കെ 1 ഇട്ട് കൊടുക്കുക. എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തു. 2 into n ആണ്. n-ന് പകരം 1. 2n² എന്ന് പറഞ്ഞാൽ 1² മൈനസ് n-ന് പകരം 1 ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 into 1². 1² 1 അല്ലേ? 2 into 1 2 അല്ലേ?
2 മൈനസ് 1 1. അപ്പൊ നമുക്ക് S1 is equal to 1 എന്ന് കിട്ടി. എന്താ കിട്ടിയേ? S1 is equal to 1. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റിണ്ട്, നടുത്ത വരി എഴുതാൻ സുഖത്തിനാട്ടോ. നമുക്ക് ആവശ്യമുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, S1 എന്താണ്? S1 നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ നമ്പർ ചോദ്യത്തില് S25 എന്ന് എഴുതിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? സം ഓഫ് 25 ടേംസ്, 25 പദങ്ങളുടെ തുക. അപ്പൊ S1 എന്താ? ഒരു പദത്തിന്റെ തുക. എന്താണ്? സം ഓഫ് 1 ടേം. ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? അത് തന്നെയല്ലേ ആ പദം? ഇപ്പോ ആ ടേം അത് തന്നെയല്ലേ? അഥവാ ഞാനൊരു നമ്പർ, ഇതാണ് എന്റെ സീക്വൻസിലെ ഫസ്റ്റ് ടേം. ഞാനൊരു നമ്പർ 5. ഇതാണ് ആ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം എന്ന് പറയുക. ഓക്കെ, ഫസ്റ്റ് ടേം മാത്രമേ ഞാൻ എഴുതിയുള്ളൂ എന്ന് വിചാരിക്കുക. ഇതിന്റെ തുക എത്ര? ഒരു പദം ഞാൻ എഴുതി. ഇതിന്റെ സം എത്ര? ഇതാണ് ഇതിന്റെ x1 കേട്ടോ. ഇതിന്റെ x1 ആണ്. ഇതിന്റെ സം എത്രയാണ്? ഇതിന്റെ സം എത്രയാണ്? അത് തന്നെയല്ലേ, 5 തന്നെയാണ് സമ്മ്. എത്ര പദങ്ങളുടെ സമ്മ തുകയാണ് എഴുതിയത്? ഒറ്റൊരു പദമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ S1 എന്ന് വിളിക്കാലോ. S1 എന്ന് വിളിക്കാലോ. ചുരുക്കി പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞാൽ എന്താണ്? S1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് x1, സം ഓഫ് 1 ടേം, ഒരു പദത്തിന്റെ തുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരൊറ്റ പദമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടി x1 1 ആണ്. x1 എത്രയാണ്? 1 ആണ്. ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ പദം കണ്ടുപിടിക്കും. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തത് കൂടി കിട്ടണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? എവിടെയൊക്കെ എന്ത് കാണുന്നു അവിടെ 2 കൊടുക്കുക. സിമ്പിൾ. എവിടെയൊക്കെ എന്ത് കാണുന്നു അവിടെയൊക്കെ 2 കൊടുക്കുക. ഇവിടെ എന്ത് കാണാണ്ടല്ലോ, ഞാൻ അവിടെ 2 കൊടുത്തു. സമം 2 അതുപോലെ എഴുതാം. 2 ഗുണിക്കണം n² അല്ലേ? n² പകരം 2 സ്ക്വയർ. എന്ത് കാണുന്നവർക്കൊക്കെ 2 കൊടുക്കുക. മൈനസ് n അല്ലേ? അപ്പൊ അവിടെയും എന്ത് ചെയ്യുക? 2 കൊടുക്കുക. ഓക്കെ, 2 ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കൊടുക്കട്ടെ. 2 സ്ക്വയർ 4 മൈനസ് 2. ഗുണനം കഴിഞ്ഞിട്ടേ കുറയ്ക്കാവൂ കേട്ടോ. ഗുണനോ സ്ക്വയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ കുറയ്ക്കാൻ പാടുള്ളൂ. സബ്സ്ട്രാക്ഷൻ ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 4 8 മൈനസ് 2. 8 മൈനസ് 2 6. കിട്ടിയോ? അപ്പൊ എന്താ രണ്ടാം പദം? അപ്പൊ x2 is equal to 6. നേരിട്ട് ഇവിടെ എഴുതി അതേപോലെ എഴുതും. തെറ്റിച്ചു. നേരിട്ട് എഴുതും, പക്ഷെ തെറ്റിച്ചു. എന്ത്? 6 ആണോ? അല്ല. ശ്രദ്ധിക്കണം. ഇവിടെ എഴുതിയതല്ല. അവിടെ S2 എന്ന് പറഞ്ഞാൽ എന്താണ്? S2 ആണ്. എന്താ S2? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. ഫസ്റ്റ് 2 ടേംസ്, 2 പദങ്ങളുടെ ഫസ്റ്റ് 2, ആദ്യത്തെ 2 പദങ്ങളുടെ അല്ലെങ്കിൽ 2 പദങ്ങളുടെ തുക എന്നാണ്. സം ഓഫ് 2 ടേംസ്. സം ഓഫ് 2 ടേംസ് എന്നാണ്. ഇവിടെ ഫസ്റ്റ് 2 നമുക്ക് പറയാം സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 പദങ്ങളുടെ തുക. അല്ലെ? എന്ന് വെച്ചാൽ എന്താ? ആദ്യ പദവും രണ്ടാം പദവും തമ്മിൽ കൂട്ടുന്നതാണല്ലോ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂട്ടുന്നതിനല്ലേ നമ്മൾ തുക എന്ന് വിളിക്കുക. അല്ലെ? ഇതിനല്ലേ നമ്മൾ തുക എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് 6 ആയിട്ട് കിട്ടി. എന്താണ്? ആ S2 ആണ് 6. S2 ആണ് 6 സമം x1. നമുക്കറിയാലോ x1 എത്ര? എന്താ? ഇവിടെ 1 പ്ലസ് x2. അപ്പൊ മനസ്സിലാക്കണം, S1 അല്ല S2. S1 അല്ല S2. ഒരു ചെറിയ വ്യത്യാസം. ഇവിടെ ആകെ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് അവർ രണ്ടാളെ ഈക്വൽ ആയി. ഇവിടെ രണ്ടാളുണ്ടാവുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ, എന്നാ പറഞ്ഞേ എന്താ x2? x2 എങ്ങനെ? ഈ +1 കിട്ടിയാലേ പോലെ +1 കിട്ടിയാലേ -1 സമം x2. അപ്പൊ എന്ത് കിട്ടും? 6 മൈനസ് 1 എന്ത് കിട്ടി? 5. 6 മൈനസ് 1 5. രണ്ടാം പദം 5. ഒന്നാം പദവും കിട്ടി, രണ്ടാം പദവും കിട്ടി. അപ്പൊ പൊതു വ്യത്യാസം കിട്ടില്ലേ? x2 മൈനസ് x1 ചെയ്തൂടെ? x2 എത്രയാണ്? 5 മൈനസ് x1 എത്രയാണ്? 1. 5 മൈനസ് 1 4. 5 മൈനസ് 1 4. ഡി കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. ഡി ഇല്ലായിരുന്നു, ഇപ്പൊ ഡി കിട്ടി. എഫ് ഇല്ലായിരുന്നു, എഫ് കിട്ടി. അല്ലെ? എഫും കിട്ടി. x1 കിട്ടിയില്ലേ? എഫ് കിട്ടിയില്ലേ? x1 എഫ് ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, n എന്തായിരിക്കും? ഇവിടുത്തെ n എന്തായിരിക്കും? എന്നാം പദം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. nth ടൈം കണ്ടുപിടിക്കാനുള്ള ചോദ്യം. അതന്നെയല്ലേ ആൾജിബ്ര? അല്ലേ? ആണല്ലോ. ആൾജിബ്ര അഥവാ ബീജഗണിതം കാണുന്നവർക്ക് എന്നിന് പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ?
ഒരു മാറ്റവും ഇല്ല. n എന്താണ്? n n തന്നെ. അപ്പൊ നമുക്കിനി xn ചെയ്യാം. xn is equal to dn plus f minus d. ചെയ്യാലോ? ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് d എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടിയിട്ടുണ്ട് 4. എന്നിന് മാറ്റമൊന്നുമില്ല. പ്ലസ് എഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1 മൈനസ് d എന്താണ്? 4 തന്നെ. സമം 4n. 4n തന്നെ മാറ്റമില്ല. 1 മൈനസ് 4, 1 നിന്ന് 4 കുറച്ചാൽ മൈനസ് 3. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനില്ല. ഇതാണ് nth ടേം. എന്നാം പദം കിട്ടിയോ? 4n മൈനസ് 3. ഇതേപോലെ ആ അഞ്ചാമത്തെ ചോദ്യത്തിൽ ബാക്കിയുള്ള 4 എണ്ണവും നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ. പിന്നെ ഇതൊക്കെ പഠിച്ച ശേഷം, ഞാൻ പറഞ്ഞു തന്ന ചോദ്യങ്ങൾ പഠിച്ച ശേഷം ഈ 2 പേജിൽ 71, 72 പേജുകളിലായിട്ടുള്ള ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. The algebraic form of an arithmetic sequence xn is equal to 7 minus 5n. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn is equal to 7 minus 5n ആണ്. എന്നിട്ട് എന്താ പറഞ്ഞേ? To get the 101th term, 101ാമത്തെ term, from the 100th term, 100ാമത്തെ term. Okay. What we must do is, 4 ഓപ്ഷൻസ്. എന്താണ്? 100ാമത്തെ പദത്തിൽ നിന്ന് 101ാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്യണം? അപ്പൊ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കല്ലേ. ഓപ്ഷൻസ് ചുരുക്കി എഴുതാണ്. ആഡ് 5, 5 കൂട്ടണം. സബ്സ്ട്രാക്ട് 5, 5 കുറയ്ക്കണം. ആഡ് 7, 7 കൂട്ടണം. സബ്സ്ട്രാക്ട് 7, 7 കുറയ്ക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലെ? നമുക്കറിയാം 100 കഴിഞ്ഞാൽ 101ാമത്തെ പദമാവല്ലോ. 100ാമത്തെ പദം കഴിഞ്ഞാൽ 101ാമത്തെ പദമായിരിക്കും അല്ലെ? അപ്പൊ എല്ലാവർക്കും തോന്നും നമുക്ക് ഇതിൽ 100ാം പദം കണ്ടുപിടിക്കാം അല്ലെ? എന്നിന്റെ സ്ഥാനത്ത് 100 കൊടുത്താൽ 100ാം പദം കണ്ടുപിടിക്കാം അല്ലെ? ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടോ എന്നിന്റെ സ്ഥാനത്ത് 101 കൊടുത്താൽ 101ാമത്തെ പദം കണ്ടുപിടിക്കാം അല്ലെ? 101ാമത്തെ ടൈം കണ്ടുപിടിക്കാം. അവർ തമ്മിൽ എന്താണ് നോക്കിയാൽ മതി, ആ ഗ്യാപ്പ് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും അല്ലെ? ചുരുക്കി പറഞ്ഞ അവിടെ എന്താ ചോദിച്ചേ? ഇവിടത്തെ ചോദ്യം, ഇവിടത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 100ാമത്തെ പദത്തിൽ നിന്ന് 101ാമത്തെ പദത്തിലേക്കുള്ള കോമൺ ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോമൺ ഡിഫറൻസ് 100ാം പദം 101ാം പദം കാണുക, കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. പക്ഷെ ഞാനൊരു ഈസി പരിപാടി പറയട്ടെ. നമുക്കൊരു ആൾജിബ്രിക് ഫോം ഉണ്ടല്ലോ, ഒരു ബീജഗണിത രൂപം ഉണ്ടല്ലോ അല്ലെ? ഒരു ബീജഗണിത രൂപം ഉണ്ടെങ്കിൽ അതിൽ എന്നിന്റെ ഒപ്പമുള്ള നമ്പർ ഏതാ എന്ന് നോക്കിയാൽ മതി. അതിൽ എന്നിന്റെ ഒപ്പമുള്ള നമ്പർ ഇവിടെ n ഉണ്ടല്ലോ ഇല്ലേ? ഈ എന്നിന്റെ ഒപ്പമുള്ള നമ്പർ ഏതാ? എല്ലാരും പറയും 5 ആണ്. 5 മാത്രമാണോ? അല്ല, ആ ചിഹ്നം കൂടി എടുക്കുക. എന്താ? -5. എന്താണ്? -5. അത് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാണ്ടോ? ഉണ്ടല്ലോ. സബ്സ്ട്രാക്ട് 5. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി ഓപ്ഷൻ എന്തായിരുന്നു? സബ്സ്ട്രാക്ട് 5 അല്ലെ? 5 കുറയ്ക്കുക. ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് ശരി ഉത്തരം. ഇത്ര നോക്കിയാൽ മതി, കൂടുതലൊന്നും ആലോചിക്കണ്ട. ആൾജിബ്രിക് ഫോം ഉണ്ടോ എന്ന് നോക്കുക. തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്നിന്റെ ഒപ്പമുള്ള നമ്പറും അതിന്റെ ചിഹ്നവും എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ പൊതു വ്യത്യാസമായിരിക്കും. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതേ ചോദ്യം ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക ഒരു എക്സാമ്പിളിന്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? യാണ്. ഇതിന്റെ ചിഹ്നം എന്താ? എപ്പോഴും ഒരു നമ്പറിന്റെ ചിഹ്നം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള സൈൻ നമ്മൾ നോക്കേണ്ടത് നമ്പറിന്റെ തൊട്ട് ഇടതുവശത്താണ്. ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇടതുവശത്ത്? ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആൻസർ എന്താകാമായിരുന്നു? +5 ആവാമായിരുന്നു. ഇവിടെ എന്താ കാരണം? ഈ 5ന്റെ ഇടതുവശത്ത് ആരുണ്ട്? മൈനസ് ഉണ്ട്. അപ്പൊ -5. ഇത്രയേ ഉള്ളൂ. ഒരു മാർക്ക് ചോദ്യം. നമ്മൾ സ്റ്റെപ്പ് ഒന്നും എഴുതി മെനക്കെടേണ്ട ആവശ്യം ഇല്ല. 8 ചെയ്യാം. ഓക്കെ, 8 എന്താ? പ്രൂവ് ദാറ്റ് ദി സ്ക്വയർ of any term of the arithmetic sequence 3, 9, 15, etc. is the product of an odd number by 9. ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. എന്താ പറഞ്ഞേ? 3, 9, 15 തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിന്റെയും സ്ക്വയർ, ഏതൊരു ടേമിന്റെയും സ്ക്വയർ അല്ലെ? വർഗം എന്ന് പറയുന്നത്, സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം. 3, 9, 15 എന്ന സമാന്തര ശ്രേണിയിലെ ഏതൊരു ടേമിന്റെയും ഏതൊരു പദത്തിന്റെയും സ്ക്വയർ എന്താണ്?
ഒരു ഓഡ് നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ ആണെന്ന് ഇതിനെ പരിഗണിക്കാം. ഓക്കെ, നമുക്കൊന്ന് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതിനെ നമുക്ക് എഴുതാം 3, 9, 15 അല്ലെ? ഇതാ ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്, സമാന്തര ശ്രേണി ഉണ്ടല്ലോ. ഓക്കെ, ഇതിലെ ഓരോന്നിന്റെയും സ്ക്വയറാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിന് പറയാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എന്നാലും ഞാൻ പറയാണ്. ഇതിലെ ഓരോ ടേമിന്റെയും സ്ക്വയർ എടുക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് 3ന്റെ സ്ക്വയർ 9, 9ന്റെ സ്ക്വയർ 81 അല്ലെ? 15ന്റെ സ്ക്വയർ 100 അല്ല 225. ഓക്കെ, 225. ഇനിയിപ്പോ നമുക്ക് അടുത്തത് ഏതാ നോക്കിയാൽ അതിന്റെ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാണ്, ഇപ്പൊ ഈ കിട്ടിയ നമ്പറുകൾ ഉണ്ടല്ലോ, നമുക്ക് തന്നൊരു സീക്വൻസ് ഉണ്ട്, അതിന്റെ സ്ക്വയറുകൾ ഉണ്ട്. ഈ സ്ക്വയറുകൾ ഈ കിട്ടിയ 9 ആയിക്കോട്ടെ, 81 ആയിക്കോട്ടെ, 225 ആയിക്കോട്ടെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ പറയുന്നത് ഒരു ഓഡ് നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. ഒരു ഓഡ് നമ്പറിനെ, ഒരൊറ്റ സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് എന്ന് തെളിയിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 9 എടുക്കാം. 9 എങ്ങനെ കിട്ടുക? 1 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറിനെ, ഒരൊറ്റ സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാലാണല്ലോ. ഇപ്പൊ പറഞ്ഞുതരാം. അടുത്ത എന്താ? 81. 81 എങ്ങനെ കിട്ടുക? 9 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യ അല്ലെ? 9 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യ, അതിനെ 9 കൊണ്ട് ഗുണിച്ചാലാണല്ലോ അല്ലെ? 225 എങ്ങനെ കിട്ടുക? 225 നോക്കിയൊക്കെ നമുക്ക് 225 എങ്ങനെയാണ് കിട്ടുക എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കുക. ഓക്കെ, 22ലെ 9 2 വട്ടം 18 അല്ലെ? കുറച്ചാൽ 4, 5, 45 5 പ്രാവശ്യം 9, 5, 45. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 25നെ 9 കൊണ്ട് ഗുണിച്ചാലാണ് 225 കിട്ടുക. ഒന്ന് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, പറഞ്ഞത് കറക്റ്റ് ആണോ? എന്താ പറഞ്ഞേ? ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സമാന്തര ശ്രേണി ഉണ്ട്, അതിലെ ടേംസിനെ, അതിന്റെ പദങ്ങളെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, ആ ഉത്തരം എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിക്കാനാ പറഞ്ഞത്? ഏതെങ്കിലും ഒറ്റ സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ഈ കിട്ടിയ ഉത്തരത്തെ എന്താണ്? ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ ഈ കിട്ടിയ ഉത്തരം കിട്ടും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം 1 ഒറ്റ സംഖ്യയാണ്, അപ്പൊ 1നെ 9 കൊണ്ട് ഗുണിച്ചാൽ 9 കിട്ടും. 9 ഒറ്റ സംഖ്യയാണ്, ഓടാണ് അല്ലെ? 9 × 9 81 ആണ്. 25 ഈസ് ആൾസോ ഓഡ്. 25 ഒറ്റ സംഖ്യയാണ്, 25 × 9 ഗുണിച്ചാൽ കിട്ടും 225 കിട്ടും. അപ്പൊ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഇനി നമുക്കത് ടെക്നിക്കലി മീൻസ് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. ഇങ്ങനെ എഴുതി വെച്ചതും കൊണ്ട് കാര്യം ഇല്ല. ഓക്കെ, അപ്പോ ഈ മാത്തമാറ്റിക്സിലൊക്കെ അല്ലെങ്കിൽ ഈ പാഠത്തിലും ഇങ്ങനെയുള്ള പാഠങ്ങളിലൊക്കെ പ്രൂഫ് എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു ബീജഗണിതം യൂസ് ചെയ്യാം, ആൾജിബ്ര യൂസ് ചെയ്തിട്ടാണ് ചെയ്യാം. ഓക്കെ, ബീജഗണിതം യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം കാണണം. ബീജഗണിത രൂപം കാണാൻ ഞാൻ പറഞ്ഞിട്ടുള്ള സമവാക്യം കാണാം. dn + f - d, dn + f - d. ഇത് വെച്ച് തന്നെ കാണാം. ഇവിടുത്തെ d എത്രയാണ്? ഒന്ന് നോക്കിക്കേ. 3 ന്ന് 9 എത്രയാണ്? 6. എന്നിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നിന് പകരം തന്നെയാണ് n തന്നെയാണ് ബീജഗണിത രൂപം. നമ്മുടെ 1ാമത്തെ പാർട്ട് വീഡിയോ അല്ലെങ്കിൽ 2ാമത്തെ പാർട്ട് വീഡിയോ ഒക്കെ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിന് പകരം വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തതാരാ? എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അഥവാ x1 എന്താണ്? 3. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഡിക്ക് പകരം 6, എന്നിന് പകരം n തന്നെ, മാറ്റൊന്നുമില്ല. അപ്പൊ 6n പ്ലസ് എഫ്, എഫിന് പകരം 3 മൈനസ് ഡിക്ക് പകരം 6. അപ്പൊ നമുക്ക് എഴുതാം xn = 6n. 3 ന്ന് 6 കുറച്ചാൽ -3, 3 കുറക്കണം 6 -3. അപ്പൊ നമുക്കൊരു ബീജഗണിത രൂപം കിട്ടി. 6n പ്ലസ് -3, 6n - 3 അല്ലെ? 6n - 3 കിട്ടിയല്ലോ. ഇനി എന്താ പറഞ്ഞത്? ഇതൊരു ജനറൽ ഫോം ആണ് അല്ലെ? ബീജഗണിത രൂപം, ആൾജിബ്ര എന്നൊക്കെ പറഞ്ഞതാണ് ജനറൽ ഫോം ആണ്. ഈ സീക്വൻസിൽ പെടുന്ന, ഈ സമാന്തര ശ്രേണിയിൽ പെടുന്ന എല്ലാ പദങ്ങളെയും സൂചിപ്പിക്കാൻ പറ്റിയ പൊതുവായ രൂപമാണ്. ഓക്കെ, ആൾജിബ്ര എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബീജഗണിതം എന്ന് പറഞ്ഞാൽ പൊതുരൂപമാണ്. പൊതുരൂപം എന്ന് പറഞ്ഞാൽ ഇതിൽ ആരെ വേണേലും ഇതുകൊണ്ട് പ്രതിനിധീകരിക്കാൻ പറ്റും. ഓക്കെ, ഇവരുടെ എല്ലാവരുടെയും കൂടി പ്രതിനിധിയാണ് ഇത്. അങ്ങനെ പറയാം. എന്നിട്ട് എന്താ പറഞ്ഞ നമ്മളോട്? ഈ ഒരു ശ്രേണിയിലെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ, ഈ ഒരു ശ്രേണിയിൽ എന്താണ്? ടേംസിനെ സ്ക്വയർ ചെയ്യണം അല്ലെ? വർഗം കാണണം. അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യണല്ലോ. അപ്പൊ സ്ക്വയറിങ് വർഗം കാണുക അല്ലെ? വർഗം കാണുക. അങ്ങനെ ഇതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർഗം കാണണം. ഏതിന്റെ? ഇതിൽ ഓരോ ടേംസിന്റെ
ആവശ്യമുണ്ടോ? അങ്ങനെയാണോ ചെയ്യാ? അല്ല. ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചു. ഇനി അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യണ്ടേ? ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ബീജഗണിത രൂപം ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ കാണാം. ഇപ്പൊ കിട്ടിയ ബീജഗണിത രൂപത്തിന്റെ സ്ക്വയർ കാണാം. നമുക്കൊന്ന് നോക്കാലോ. 6n - 3 ഇതാണല്ലോ നമുക്ക് കിട്ടിയ ബീജഗണിത രൂപം. അതിന്റെ വർഗ്ഗം അഥവാ സ്ക്വയർ കാണണമെങ്കിൽ 6n - 3 ഹോൾ സ്ക്വയർ. 6n - 3 ഹോൾ സ്ക്വയർ ഇങ്ങനെയല്ലേ എഴുതുക. എന്നിട്ടോ നമുക്ക് തോന്നും ഇത് a - b അല്ലെങ്കിൽ x - y ഹോൾ സ്ക്വയർ, a - b ഹോൾ സ്ക്വയർ പോലെയൊക്കെയാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ആലോചിക്കാം. നമുക്ക് എന്താ വേണ്ടത്? ഇതൊരു 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടൊക്കെ വരണം അല്ലെ. ഇതിനെ നമുക്ക് ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ടൊക്കെ വരുത്തണം അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 9 എന്നൊക്കെ അവസാനം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് നോക്കിക്കേ, ഇവിടെ 6 ഉണ്ട്, 9 ഉണ്ട്, സോറി 3 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട് ഉണ്ടല്ലോ. ഈ 6ലും 3ലും കോമൺ ആയിട്ടുള്ള നമ്പർ അല്ല. 6ലും 3ലും ഒന്ന് ആലോചിച്ചേ. 6ലും 3ലും കോമൺ ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 6നെയും 3നെയും ഹരിക്കാൻ പറ്റിയ, ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ അതേതാ? 3ആണ് അല്ലെ. 6നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ ആ നമ്പർ ഇട്ട് എഴുതുന്നു 3. ഞാൻ ആ നമ്പർ ഇട്ട് എഴുതുന്നു. ബ്രാക്കറ്റ് ഇട്ടു, ആ 3 എഴുതി, ഉള്ളിലൊരു ബ്രാക്കറ്റ് വെക്കുന്നു. ഓക്കെ, ഈ 3 ഞാൻ എഴുതി. ഇതേ ഈ 3 എങ്ങനെ കിട്ടിയേ? 6ലും 3ലും ഒരുപോലുള്ള നമ്പർ, അല്ലെങ്കിൽ 6നെയും 3നെയും ഒരുപോലെ ഹരിക്കാൻ, ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ. അത് ആകെ ആരാ? ആകെ ഒരാളായിട്ട് 3. ആ 3 ഇവിടെ എഴുതി. ഇനി ഒന്ന് ആലോചിച്ച്, ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2, അപ്പൊ 2n മൈനസ് അതുപോലെ ഇടുന്നു. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1. ഓക്കെ, ആദ്യം ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, പിന്നീട് പുറത്തുള്ള വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു. സ്ക്വയർ അങ്ങോട്ട് പോയിട്ടില്ല, സ്ക്വയർ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സമം നോക്കല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം അല്ലെ. ഇതിനെയും സ്ക്വയർ ചെയ്യണം, ഇതിനെയും സ്ക്വയർ ചെയ്യണം. അപ്പൊ 2 പേർക്ക് സ്ക്വയർ കൊടുക്കുക. 3 സ്ക്വയർ ഇൻറ്റു 2n - 1 സ്ക്വയർ. 2n - 1 സ്ക്വയർ. ഇപ്പൊ കിട്ടും നമുക്ക് ആവശ്യമുള്ള ഒരാളെ കിട്ടി. ആരാ? 9 സോറി 3 സ്ക്വയർ. 3 സ്ക്വയർ എന്താ? 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9 ഇൻറ്റു 2n - 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. സ്ക്വയർ ചെയ്തപ്പോ കിട്ടിയത് എന്താണ്? 9 ഇൻറ്റു 2n - 1 ഹോൾ സ്ക്വയർ അല്ലെ. 9 ഇൻറ്റു 2n - 1 ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം കണ്ടുപിടിച്ചു. അതിനെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ a - b ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ x - y ഹോൾ സ്ക്വയർ പോലെ നല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ എന്ത് വേണം? നമ്മളൊരു 9ന്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പൊ ഒരു 9 കിട്ടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. രണ്ടിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 6നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് ഈ 3 ഇവിടെ എഴുതിയത്. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി എന്ത് ചെയ്യണം? നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ആദ്യത്തെ ഭാഗം എന്താ പറഞ്ഞത്? ഒരു സമാന്തര ശ്രേണി ഉണ്ട്, അതിലെ നമ്പറുകളെ സ്ക്വയർ ചെയ്താൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. അതുവരെ ക്ലിയർ അല്ലേ? വർഗ്ഗം കണ്ടുപിടിച്ചാൽ ഇങ്ങനെ എത്തും അല്ലെ. സീക്വൻസിലെ ടേംസിന്റെ സ്ക്വയർ ചെയ്താൽ ഇത് ഇങ്ങനെ കിട്ടും. കിട്ടിയല്ലോ. ഇനി എന്താ പറഞ്ഞത്? ഈ കിട്ടിയത് ഒരു ഓഡ് നമ്പറും 9ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക. ഈ കിട്ടിയ സ്ക്വയർ എന്താണ്? ഒരു ഒറ്റ സംഖ്യയും 9ഉം കൂടി ഗുണിച്ചാൽ കിട്ടും. ഈ കിട്ടിയ സ്ക്വയറിന് എങ്ങനെ കിട്ടും? ഒരൊറ്റ സംഖ്യയും 9ഉം കൂടി ഗുണിച്ചാൽ കിട്ടും. നമുക്ക് നേരത്തെ 9ആണ് ആദ്യത്തെ നമ്പർ കിട്ടിയ സ്ക്വയർ ചെയ്തപ്പോ. 3ന്റെ സ്ക്വയർ 9 അല്ലെ. 1 ഇൻറ്റു 9 ആണ് 9. 9ന്റെ സ്ക്വയർ എന്താ? 81. അപ്പൊ 9 ഇൻറ്റു 9 ആണ് 81. 15ന്റെ സ്ക്വയർ 225. അപ്പൊ 25 ഇൻറ്റു 9 ആണ് എന്ത്? 225. 15 എന്ന് പറഞ്ഞാൽ എന്താ? സോറി 25 എന്ന് പറഞ്ഞാൽ എന്താ? അതൊരൊറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. 9 ഉണ്ട്. അപ്പൊ ഒരൊറ്റ സംഖ്യ 9 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എന്ത് കിട്ടിയത്? 15ന്റെ സ്ക്വയർ കിട്ടിയത്. കറക്റ്റ് ആയിട്ടല്ലോ. നേരത്തെ പറഞ്ഞത് ഓർക്കണം. അപ്പോ നമുക്ക് ഇത് കൂടി, ആ ഒരു ഭാഗം കൂടി ജനറൽ ആയിട്ട് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യണം? ജനറൽ ഫോം ഓഫ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ജനറൽ ഫോം ഓഫ് എന്ത്? ഓഡ് നമ്പർ. ഒറ്റ സംഖ്യയുടെ പൊതുവായ രൂപം, പൊതുരൂപം എന്നൊക്കെ പറയാം. ഓക്കെ, അതെങ്ങനെ എഴുതാ? സിമ്പിൾ ആണ്. ഈസി ആയിട്ട് പറയട്ടെ. 2n - 1. അതെന്തുകൊണ്ടാ? ഇപ്പൊ പറഞ്ഞുതരാം. ഒരു കാര്യം കൂടി ഇവിടെ പറയാം, ഇതിന്റെ ഒപ്പം കണക്ട് ചെയ്തിട്ട് പറയാം. ഈവൻ നമ്പറിന്റെ ജനറൽ ഫോം എന്താ? ഇരട്ട സംഖ്യയുടെ 2n ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എന്നിന് പകരം നമ്പർ കൊടുത്താൽ എന്താ കിട്ടുക? ഇപ്പൊ എന്നിന് പകരം 1 കൊടുത്താൽ 2 × 1 = 2 അല്ലെ. = 2. 2 × 2 = 4. എന്നിന് പകരം 2 കൊടുത്താൽ 4. സോറി 4 തെറ്റിപ്പോയി.
എന്നിന് പകരം 3 കൊടുത്താൽ 2 into 3 is equal to 6. എന്നിന് പകരം 4 കൊടുത്താൽ 2 into 4 is equal to 8 അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? 2n എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം ഓഫ് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയുടെ ജനറൽ ഫോം 2n. ക്ലിയർ ആണല്ലോ? അപ്പൊ 2n മൈനസ് 1 എന്താ? 2n ഇതിൽ നിന്ന് 1 കുറച്ചാൽ എന്താ? 1. ഇതിൽ നിന്ന് 1 കുറച്ചാൽ 3. ഇവിടെ നിന്ന് 1 കുറച്ചാൽ 5. ഇവിടെ നിന്ന് 1 കുറച്ചാൽ 7 അല്ലേ? അപ്പൊ 2n മൈനസ് 1 എന്ന് പറഞ്ഞാൽ കിട്ടുന്നതൊക്കെ എന്താണ്? ഓഡ് നമ്പർ. 2 എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതൊക്കെ ഈവൻ നമ്പർ, 2n മൈനസ് 1 എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതൊക്കെ ഓഡ് നമ്പർ ആണല്ലോ. അത് ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2n മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒറ്റ സംഖ്യയുടെ പൊതുരൂപം അഥവാ ജനറൽ ഫോം ഓഫ് ഓഡ് നമ്പർ. ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചെയ്യാം? അപ്പൊ അത് ക്ലിയർ ആണല്ലോ? പൊതുരൂപം എന്താണ്? 2n മൈനസ് 1. ജസ്റ്റ് ഇതിന്റെ സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതിന്റെ സ്ക്വയർ എന്താ? ഇതിന്റെ സ്ക്വയർ ഇപ്പൊ കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് എഴുതിച്ചാൽ 2n മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇത്രയല്ലേ ഉള്ളൂ? 2n മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു സാധനം കിട്ടിയല്ലോ. ഈ കിട്ടിയത് എന്താ? ഓഡ് നമ്പറിന്റെ സ്ക്വയർ. ഓഡ് നമ്പറിന്റെ സ്ക്വയർ. ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്തായിരിക്കും? ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്തായിരിക്കും? ഉറപ്പായിട്ടും ഓഡ് നമ്പറിന്റെ സ്ക്വയർ മറ്റൊരു ഓടായിരിക്കും. ഒരു ഒറ്റ സംഖ്യയുടെ വർഗം മറ്റൊരൊറ്റ സംഖ്യ ആയിരിക്കും. ഉറപ്പാണ്. ആണല്ലോ? അപ്പൊ ഒന്ന് ആലോചിച്ചേ, നമുക്ക് ഈ കിട്ടിയ രണ്ടെണ്ണം തമ്മിൽ എന്തോ ബന്ധപ്പെട്ട ഇവിടെ നോക്കിയത് രണ്ടും നോക്കിക്കേ. എന്താ ഇവിടെ കിട്ടിയേ? ഇവിടെ 9 into 2n മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലെ? ഇവിടെ 2n മൈനസ് 1 ഹോൾ സ്ക്വയർ. രണ്ടോടത്തും കോമൺ ആണല്ലോ ആര്? 2n മൈനസ് 1 അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഉത്തരം എന്താ? നമുക്ക് പറയാം സിൻസ്, എങ്ങനെ എഴുതാം? സിൻസ് 2n മൈനസ് 1 is odd, then its square is also odd. Is also odd. എന്താ ഇതിന്റെ മലയാളം ഞാൻ പറയാം. എന്നാലും ഇതിന്റെ മലയാളം എന്താ? 2n മൈനസ് 1 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിന്റെ സ്ക്വയറും ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. അങ്ങനെയാണല്ലോ? ആണല്ലോ? ആ ഭാഗം ക്ലിയർ ആയില്ലേ? 2n മൈനസ് 1 ഓഡ് ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ 2n മൈനസ് 1 ഹോൾ സ്ക്വയറും എന്തായിരിക്കും? ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. then നമുക്ക് എന്ത് പറയാം? ഒന്ന് ആലോചിച്ചേ. അപ്പൊ ഇതൊരു ഒറ്റ സംഖ്യ ആണല്ലോ അല്ലെ? ഒറ്റ സംഖ്യ ആണല്ലോ. അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ വേണ്ട അല്ലെ? ഒറ്റ സംഖ്യയെ അല്ലെങ്കിൽ ഒരു ഓഡ് നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈ സീക്വൻസിലെ നമ്പറുകളുടെ സ്ക്വയർ കിട്ടും അല്ലെ? ദെൻ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരെ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഒക്കെ ഒഴിവാക്കി എഴുതിയാൽ എന്താണ്? ദെൻ the squares of the terms in this sequence is a multiple of a odd integer by 9. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്കറിയാം. എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വ്യക്തമായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ട് കേട്ട് എഴുതി വെക്കണം. ഓക്കെ അല്ലേ? കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എല്ലാം ഈസി ആയി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 arithmetic sequences are given below. 5, 11, 17, 8, 14, 20 etc. ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദി ഫോർത്ത് ടേംസ് ഓഫ് 2 sequences? ഈ രണ്ട് സമാന്തര ശ്രേണിയിലെയും 4ാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈസി അല്ലേ? അതിനൊന്നും ഇപ്പൊ മെനക്കെടില്ല. ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ആദ്യത്തത് 5, 11, 17 എക്സെട്ര. രണ്ടാമത്തെ എന്തായിരുന്നു? 8, 14, 20 എക്സെട്ര. ഇവിടെ 4ാമത്തത് തന്നിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് 4ാമത്തത് എഴുതാം. എന്നിട്ട് അവിടെ തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കിയാൽ മതി. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ? ഇവിടെ ക്വസ്റ്റിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കി എത്ര ഗ്യാപ്പ്? 5, 8 തമ്മിൽ 3 അല്ലേ? 11, 14 തമ്മിൽ 3 അല്ലേ? 17, 20 തമ്മിൽ 3 അല്ലേ? അപ്പൊ 4ാമത്തത് തമ്മിൽ എന്തായിരിക്കും? 3. സിമ്പിൾ. അത്രയേ ഉള്ളൂ. നീ വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. 5, 11, 17 അപ്പോൾ 23, 8, 14, 20 അപ്പോൾ 26. എത്രയാണ് ഗ്യാപ്പ്? 3. അത്രയേ ഉള്ളൂ. ഈസി പരിപാടി കഴിഞ്ഞില്ലേ? ഇനി എന്താ? ഹൗ മച്ച് മോർ ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ദി സീക്വൻസ് ഓഫ് ദി സെക്കൻഡ് സീക്വൻസ്
ദാൻ ദി സം ഓഫ് ദി ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ്. എന്താ പറഞ്ഞത്? ഇതിൽ ആദ്യത്തെ സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടൈംസിന്റെ സമ്മും സെക്കൻഡിലെ സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടൈംസിന്റെ സമ്മും കണ്ടുപിടിച്ചാൽ അവർ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തേനേക്കാൾ എത്ര കുറവാണ് ഒന്നാമത്തത്. എങ്ങനെ പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ അല്ലേ? ഇത് ഞാൻ നിങ്ങൾക്ക് വിടാം. ഓക്കെ, എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ എവിടെയും പറയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇന്നിട്ട് കാര്യമൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ ഇത് കാണുന്നതിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. ഇനി വരുന്നത് 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം ഇതാ സ്ക്രീനിൽ കാണാം. ഞാനൊന്ന് വായിക്കുന്നത്. ഈസ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് ആൻ ഓഡ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 6 ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ദ റീസൺ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ശ്രദ്ധിച്ച് വായിക്കണം. എന്താണ് പറഞ്ഞത്? എന്താ ക്വസ്റ്റ്യൻ? എണ്ണൽ സംഖ്യകളെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ഓഡ് റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ഏതാണോ അതിന്റെ ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞത്? എണ്ണൽ സംഖ്യകൾ എന്താണ് ഈ, അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. എന്താ എണ്ണൽ സംഖ്യ? 1 2 3 4 5 ഇങ്ങനെ പോകല്ലേ? ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ 13-ലെ A ആട്ടോ. 13 ഒരു ഓവർ ക്വസ്റ്റ്യൻ ആണ്. 13-ൽ A ആണ്. ഓക്കെ, ഈ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ ഈ എണ്ണൽ സംഖ്യകളെ 6 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരില്ല. ചിലതിന് റിമൈൻഡർ വരും, ചിലതിന് റിമൈൻഡർ വരില്ല. ഓക്കെ, റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ഉണ്ട്, റിമൈൻഡർ വരാത്ത നമ്പേഴ്സ് ഉണ്ട്. നമ്മളോട് പറഞ്ഞത് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് എടുക്കുക. ഓഡ് റിമൈൻഡർ മാത്രം മതി. ഈവൻ റിമൈൻഡർ വേണോ? വേണ്ട. ഫോർ എക്സാമ്പിൾ നമ്മൾ 8 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ ഓക്കെ എന്ത് കിട്ടും? 1 ടൈം 6 മൈനസ് ചെയ്താൽ 2 നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. റിമൈൻഡർ ഈവൻ ആണ്, അത് വേണ്ട. 6 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ എന്ത് സംഭവിക്കും? 1 ടൈം 6 0 ഈസ് ഈവൻ. ഇരട്ട സംഖ്യ കേട്ടോ. ഈവൻ നല്ല ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യകൾ വേണ്ട, നമുക്ക് ഒറ്റ സംഖ്യ മാത്രം മതി. ഓഡ് റിമൈൻഡർ മാത്രം മതി നമുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഓഡ് റിമൈൻഡർ മാത്രം വരുന്നത് എങ്ങനെ ചെയ്യാം? ഇതാണ് നമ്മുടെ വിഷയം. അതായത് ഓഡ് റിമൈൻഡർ വരുന്നത് മാത്രം നമ്മൾ എഴുതി നോക്കുക. അതൊരു സീക്വൻസ് ആണോ, അതൊരു സമാന്തര ശ്രേണിയാണോ, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, അഥവാ സമാന്തര ശ്രേണിയാണോ, എന്തുകൊണ്ട്? റീസൺ എഴുതുക. ഇതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ അല്ലേ? നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ. ഏതായിരിക്കും ഓഡ് റിമൈൻഡർ വരുന്ന ഫസ്റ്റ് നമ്പർ? എല്ലാരും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുവിധം പേരൊക്കെ ചിന്തിക്കുക 6-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 അല്ലെ? 6 നേരാവണ്ണം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നമ്പർ 6 തന്നെയാണ്. 6-നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ നമ്പർ 6 തന്നെയാണ് അല്ലെ? ക്ലിയർ ആണ്. ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0 ഒന്ന് റിമൈൻഡർ കിട്ടും. പക്ഷെ നമുക്ക് ആവശ്യമില്ല. അപ്പൊ അടുത്തേക്ക് പോവാ. 7 അല്ലെ? 7 ഡിവൈഡഡ് ബൈ 6 എന്തായിരിക്കും? 1 6 അല്ലെ? മൈനസ് ചെയ്ത 1 ഇറ്റ് ഈസ് ഓഡ്. ഇതൊരു ഓഡാണ്, ഒറ്റയാണ് അല്ലെ? അപ്പൊ ഈസി ആയിട്ട് നമ്മൾ എഴുതും ഫസ്റ്റ് നമ്പർ 7. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏതാ? 8 വേണോ? 8 പറ്റില്ല. പിന്നെ ഏതാ? 9 അല്ലെ? 9ന് ഒരു വട്ടം തന്നെയാണ്. 6 റിമൈൻഡർ 3 പറ്റും. 9 ഇങ്ങനെ എഴുതാനുള്ള സാധ്യത ഇത് രണ്ട് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് അടുത്ത് പറയാം. ഏതാ? 11. ഇങ്ങനെ എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റും, പക്ഷെ ഇത് ശരിയല്ല. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻസർ പറയാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, സമാന്തര ശ്രേണി ആണോ? ആണല്ലോ, ആണ്. കാരണം എന്താ? പൊതുവ്യത്യാസം തുല്യമാണ്. കോമൺ ഡിഫറൻസ് സെയിം അല്ലേ? അപ്പോ ഡിഫറൻസ് ഈസ് കോമൺ ഡിഫറൻസ് ഈസ് സെയിം എന്ന് പറയുന്നത് ഡിഫറൻസ് ഈസ് കോമൺ അല്ലെ? ഡിഫറൻസ് എന്താണ്? കോമൺ ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇത് നോക്കിയാൽ നമുക്ക് എഴുതി വെക്കാം. ഇറ്റ് ഈസ് എ അരിത്തമെറ്റിക് സീക്വൻസ് ബിക്കോസ് the difference between two consecutive terms are equal അല്ലെങ്കിൽ കോമൺ അല്ലെങ്കിൽ സെയിം എന്തെങ്കിലും. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ബിക്കോസ് കാരണം എന്താ കാരണം? the difference between the consecutive terms are same. അടുത്തടുത്ത നമ്പറുകൾക്കിടയിലുള്ള ഡിഫറൻസ് അല്ലെ? നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തുല്യമായതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ക്ലിയർ ആയിട്ട് എഴുതാലോ? പക്ഷെ എന്നത് തെറ്റുമാണ്. സമാന്തര ശ്രേണിയാണോ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് വെച്ചാൽ ആണ്. എഴുതിയത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം എഴുതിയതും ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ?
അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ വന്നത് എ ഇ ബി അല്ല, ഇത് ഫസ്റ്റ് വൺ. ഇതിലെ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താ വന്നെ? അത് വന്നിരിക്കുന്നത് റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കണ്ടെത്തുക. അവിടെ അത് പ്രശ്നമാവും. ഉത്തരം എഴുതാൻ ഇത് മതി, പക്ഷെ ഇത് തെറ്റാണ് അല്ലെ? ഉത്തരം ശരിയാവും, സമാന്തര ശ്രേണിയാണോ ഒക്കെ എഴുതുന്നതൊക്കെ ശരിയാവും. പക്ഷെ ഇവിടെ തുക കാണാൻ പറഞ്ഞിട്ടുണ്ട്, n പദങ്ങളുടെ തുക, സം ഓഫ് n ടേംസ് അല്ലെ? അപ്പൊ ഇത് ഉപയോഗിച്ച തെറ്റ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ മറ്റൊന്നുണ്ട്. എന്താണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം? 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് റിമൈൻഡർ വരുന്ന, 6 കൊണ്ട് ഹരിക്കുമ്പോൾ ഒറ്റ സംഖ്യ ശിഷ്ടമായി വരുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ആദ്യത്തെ നമ്പർ ഏതാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ സാറേ ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ? പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് റിമൈൻഡർ ആയിട്ട് വന്നത്. അപ്പൊ അടുത്ത നമ്പർ ഏതാ? 2. 2 പറ്റുമോ? ഇല്ല. 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ദ റിമൈൻഡർ? ഇറ്റ് ഈസ് 2. ഇതിന്റെ ശിഷ്ടം എന്താണ്? 2 തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം? 2 ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യയാണ്. പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് 3 and the next one is 5, then it is 7, 9 etc. അതിനുശേഷമാണ് 1, 3, 5 കഴിഞ്ഞിട്ടാണ് 7, 9, 11 വരുന്നത്. ഓക്കെ, ഇതിനിപ്പോ വേറൊരു ചോദ്യമാണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ ആണെന്ന് വിചാരിക്കുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ റിമൈൻഡർ എന്ന് വിചാരിച്ചോ, ഒരു എക്സാമ്പിൾ. അപ്പൊ നമ്മൾ തുടങ്ങേണ്ടത് 7ന്റെ അപ്പുറത്തുള്ള ഒരു നമ്പറിൽ നിന്നല്ല. നമുക്ക് എല്ലാവർക്കും തോന്നും 9 ഡിവൈഡഡ് ബൈ 7 ഒരു വട്ടം 7 മൈനസ് ചെയ്ത 2 ഇറ്റ് ഈസ് ഈവൻ, ഇരട്ട സംഖ്യയാണ്. 9 തുടങ്ങാൻ തോന്നും. പക്ഷെ അങ്ങനെയാണോ? അല്ല. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ റിമൈൻഡർ വരുന്ന ഫസ്റ്റ് നമ്പർ ഇറ്റ് ഈസ് 2 and the next one is 4 and it is 6 ആണോ? ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇതൊക്കെ ഈവൻ അല്ലേ? ഇതൊക്കെ ഒരു ഈവൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ഒറ്റ സംഖ്യയായിരിക്കണം റിമൈൻഡർ എന്ന് പറയുമ്പോൾ മറക്കണ്ട 2 അല്ല 1, 3, 5 ഇങ്ങനെയാണ് ആ സീക്വൻസ് തുടങ്ങുക. ഇവിടെയും നോക്കാലോ, കോമൺ ഡിഫറൻസ് സെയിം അല്ലേ? ആണല്ലോ. അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? ആണ്. പൊതുവ്യത്യാസം അല്ലേ? പൊതുവ്യത്യാസം അവിടെ ഉണ്ട്, തുല്യാണ് അല്ലെ? വ്യത്യാസം തുല്യമാണ്, പൊതുവ്യത്യാസം തുല്യമാണ് എന്നല്ല. ഓക്കെ, വ്യത്യാസം തുല്യമാണ്. ഡിഫറൻസ് ഈസ് കോമൺ അല്ലെങ്കിൽ സെയിം അല്ലെ? അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? അതുകൊണ്ട് തന്നെ അത് ചെയ്യാം. പ്രശ്നം രണ്ടാമത്തെ ചെയ്യുമ്പോഴാണ്. മറ്റേത് വെച്ച് ചെയ്താലും ഈ ഉത്തരം ശരിയാ, ഒന്നിന്റെ ഉത്തരം അവിടെയും ശരിയാ, ഇവിടെയും ശരി. പക്ഷെ രണ്ടാമത്തേലാണ് പ്രശ്നം. എന്താ പറഞ്ഞത്? n പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പൊ നമുക്ക് നോക്കല്ലേ, Sn is equal to അല്ലെ തുക, Sn is equal to n/2 x1 plus xn. ഓക്കെ, ഞാൻ ഇവിടെ എങ്ങനെ പറയട്ടെ, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ കിട്ടിയണോ എന്ന് നോക്കി നോക്കാം അല്ലെ? n ഇവിടെ തന്നിട്ടുണ്ടോ? ഇവിടെ എത്ര ടേംസ് ഉണ്ട്? എത്ര പദങ്ങളുണ്ട്? ഇവിടെ ഞാൻ 3 എഴുതിയിട്ടുള്ളൂ. പക്ഷെ എക്സെട്ര ഇട്ടാൽ എന്താ അർത്ഥം? അത് നിന്നിട്ടില്ല, തുടർന്നുകൊണ്ടേ ഇരിക്കല്ലേ? നീ ഉണ്ട് ഇല്ലേ? ഇവിടെ എന്ന് തന്നിട്ടില്ല അല്ലെ? എന്ന് തന്നിട്ടില്ല എന്ന് തോന്നും, പക്ഷെ തന്നിട്ടുണ്ട്. എന്താ? n പദങ്ങളുടെ തുകയാണ്. n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണല്ലോ, നമ്പർ ഓഫ് ടേംസ് ആണല്ലോ. ഇവിടത്തെ പദങ്ങളുടെ എണ്ണം എത്രയാണ്? n തന്നെയാണ്. ടേംസ് എത്ര n തന്നെയാണ് അല്ലേ? അപ്പൊ എന്നിന് പകരം വേറെ കൊടുക്കണ്ട, എന്നിന് പകരം തന്നെയാണ് n തന്നെ, അല്ലെങ്കിൽ എന്നിന് പകരം ഒന്നുമില്ല n. അങ്ങനെ നിർത്തുക. n പദങ്ങളുടെ തുക, സം ഓഫ് n ടേംസ് എന്ന് കണ്ടാൽ n പിന്നെ മാറ്റേണ്ട ആവശ്യമേ ഇല്ല. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇവിടുത്തെ x1 ഏതാ? 1. നമ്മൾ നേരത്തെ പോലെ 7, 9 എടുത്തില്ലെങ്കിൽ x1 7 ആയ തെറ്റിയില്ലേ? അവിടെ തന്നെ തെറ്റി അല്ലെ? അപ്പൊ ശ്രദ്ധിക്കണം, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അത് വെച്ചിട്ട് ഒന്നാമത്തെ ചോദ്യം ചെയ്യാം, പക്ഷെ രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടുത്തെ xn ഏതാ? xn എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ടൈം, nth ടൈം അല്ലെ? അത് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ xn കണ്ടുപിടിക്കണം. xn എങ്ങനെ കണ്ടുപിടിക്കുക? dn plus f minus d. നമ്മൾ 1, 2 പാർട്ട് വീഡിയോസ് ഒക്കെ കണ്ടുപിടിക്കുക. ഇതൊക്കെ സിമ്പിൾ ആണ്. ഇതൊക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അല്ലെ? രണ്ടാം പാർട്ടിൽ ഇതൊക്കെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അവരെ സംബന്ധിച്ച്. ഓക്കെ, ഇവിടുത്തെ d എത്ര? വ്യത്യാസം എത്ര? 2. അപ്പൊ 2 n മാറ്റേണ്ട ആവശ്യമില്ല. പ്ലസ് f എത്രയാണ്? ഇറ്റ് ഈസ് 1 മൈനസ് d എത്രയാണ്? അഗൈൻ 2 അല്ലെ? 2n
1 മൈനസ് 2 1 മൈനസ് 2 ഈസ് മൈനസ് 1 1 മൈനസ് 2 ഒന്നിൽ നിന്ന് 2 കുറച്ചാൽ മൈനസ് 1 ആണ്. അപ്പൊ നമുക്ക് എക്സ് എന്ത് കിട്ടി 2n മൈനസ് 1. ഇപ്പൊ നമുക്ക് വേണ്ട എല്ലാവരും ആയാലോ ജസ്റ്റ് ആ വിലയിൽ നിന്ന് കൊടുത്തേ. എന്നിന് മാറ്റം ഉണ്ടോ? എന്നിന് ഒരു മാറ്റമല്ല. ഓക്കെ n/2. ഓക്കെ x1 മാറ്റം ഉണ്ടോ? ഇല്ല 1 പ്ലസ് xn മാറ്റം ഉണ്ടോ? xn മാറ്റം ഉണ്ടോ? അവിടെ ഉണ്ടേ അതന്നെ മാറ്റം 2n മൈനസ് 1 അല്ലേ? ഈസി n/2 അതടക്കട്ടെ. ഇവിടെ പ്ലസ് 1 ഉണ്ട് മൈനസ് 1 ഉണ്ട്. എന്തായി മാറും? പ്ലസ് 1 മൈനസ് 1 സീറോ ആയിട്ട് പോവില്ലേ? പിന്നെ ഇവിടെ ആരുള്ളത്? ഇൻറ്റു 2n. ഓക്കെ അപ്പൊ ഉത്തരായി therefore Sn ആയതുകൊണ്ട് Sn അഥവാ സം തുക അല്ലെ, സം തുക എന്നൊക്കെ എന്താണ് Sn അല്ലേ? കേൾക്കാണല്ലോ. എന്താ കിട്ടുക? ഈ 2n ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ n/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യയാണ്. ഇയാളാണെങ്കിൽ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഒന്നല്ലേ. അപ്പോ ഈ n/2 ആരുമായിട്ടാണ് 2n മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കണ്ടവർക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ആവുന്നുണ്ടല്ലേ, അറിയാതെ വന്നു പോകുന്നതാണ്. ഓക്കെ 1-2 പാർട്ട് വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ഇതൊരു സാധാരണ നമ്പർ എന്ന് കണക്ക് കൂട്ടുക, ഇതൊരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എന്ന് കൂട്ടുക. ഭിന്നസംഖ്യ ആണെങ്കിൽ ഈ 2n ആരുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? n-മായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും? 2n into n/2. 2n into n/2. മുകളിലും താഴെയും 2 ഉണ്ടല്ലോ, വെട്ടാം. പിന്നോട് ആരാ ബാക്കി? n into n എന്ന് പറഞ്ഞാൽ എന്താ? n സ്ക്വയർ. എന്താണ്? n സ്ക്വയർ. ഇത്രയുള്ള പരിപാടി ഈസി അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്.